പോലീസുകാരും നാട്ടുകാരും വീട്ടുകാരും എല്ലാം കൂടെ ചേർന്ന് ഒന്നിച്ച് പരിശ്രമിച്ചിട്ട് മുതുകത്തിട്ട് ഇടിച്ചിട്ട് ശരിയാകാത്ത, അകത്തിട്ട് പൂട്ടിയിട്ട് ശരിയാകാത്ത, പട്ടിണി കിട്ടിട്ട് ശരിയാകാത്ത, ചങ്ങലക്കിട്ടിട്ട് ശരിയാകാത്ത കേസാണ്. നീ ഈ നിർമ്മല സുവിശേഷം അങ്ങോട്ട് പറഞ്ഞിട്ട് അവൻ്റെ തലയിലോട്ട് അങ്ങോട്ട് കൈവച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നിന്റെ കയ്യിൽ കൂടെ വ്യാപരിക്കുന്ന അദൃശ്യമായ ദൈവത്തിൻ്റെ അദൃശ്യമായ ശക്തി, അതിൻ്റെ അളവറ്റ വലിപ്പം ഗ്രഹിച്ചിട്ടുള്ളവർ കരമുയർത്തി സ്തോത്രം ചെയ്ത് ആരാധിക്കുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവിക സത്യങ്ങൾ കേൾക്കുമ്പോൾ അത് അംഗീകരിക്കാൻ കൈ ഉയർത്തി സ്തോത്രം ചെയ്യണം കേട്ടോ. പുതുതായിട്ട് വന്നൊരു ഞാൻ പറയാം, ആ ഷോർട്ട് ഹാൻഡല്ല, എത്ര കൈ ഉയർത്താമോ അത്ര ഉയർത്തിയാലും, ഞാൻ മാനമുട്ട കയറിയാലും എവറസ്റ്റിൻ്റെ മേളിൽ കയറി നിന്നായാലും ഈ സത്യം വിളിച്ചു പറയുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഗംഭീരവുമുണ്ട്. പ്രൈസ് ഗോഡ്. ഞാനൊരു കാര്യം പറയും, ദൈവവചനത്തോട് പ്രതികരിക്കുമ്പോൾ ഈ വേണ്ടാവർത്തിച്ച് ചെയ്യല്ലേ, നിനക്ക് ശിക്ഷയാണ്. എന്തൂസിയാസം, ജീവിതത്തിൽ എന്തൂസിയാസം പോയാൽ പിന്നെ എന്തുവാ? ആ ഉത്സാഹം പോയാൽ പിന്നെ എന്തുവാ? നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് സ്തോത്രം പറയുന്നത്? ആർക്ക് വേണ്ടിയാണ് ഹല്ലേലൂയ പറയുന്നത്? ആർക്ക് വേണ്ടിയാണ് പ്രൈസ് ദി ലോർഡ് പറയുന്നത്? ഇന്ന് പകൽക്കാലം ഞാൻ വിശ്വസിക്കുന്നു, ഒരു പ്രൈസ് ദി ലോർഡും ഒരു സ്തോത്രവും ഒരു ഹല്ലേലൂയയും മനുഷ്യന് വേണ്ടി അല്ല, എന്നെ വീണ്ടെടുത്ത വാഴ്ത്തപ്പെട്ടവനായ യേശുവിന് വേണ്ടി, സർവശക്തനായ യേശുവിന് വേണ്ടി. ഇത് ഗ്രഹിക്കണം, നമ്മൾ മനസ്സിലായി, ഇത് നമ്മൾ ഗ്രഹിക്കണം. അങ്ങനെ ദൈവസന്നിധിയിൽ നിന്ന് കഴിയുമ്പോൾ അവൻ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. ഞങ്ങൾ പ്രൈസ് ഗോഡ് അവിടെ നിന്നുകൊണ്ട് തന്നെ സാറാക്കുട്ടി ചേച്ചി വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് പുള്ളിക്കാർ ഉമിനീര് ഇറക്കി നോക്കിയപ്പം കുഴപ്പം കാണുന്നില്ല. സ്തോത്രം എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അനങ്ങാൻ വയ്യാതെ, ഒച്ച വരാതെ, മിണ്ടാൻ വയ്യാതെ, വാമനോ 24 മണിക്കൂർ ഇരുന്ന സ്ഥാനത്ത് 5 മിനിറ്റിൻ്റെ ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിവുള്ളൊരു ദൈവമാണ് നിന്റെ ദൈവം. ആമേൻ, ഹല്ലേലൂയ. ഇനി പുള്ളിക്കാരി പറഞ്ഞത് ഞാൻ പറയാം. ഈ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഞങ്ങൾ അപ്പം തന്നെ ലൈറ്റൊക്കെ അടിച്ച് നോക്കി, ക്ലിപ്പ് കാണാനില്ല. അവർ പറഞ്ഞു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭയങ്കര ചൂട് തൊണ്ടയിൽ അനുഭവപ്പെട്ടു. പ്രൈസ് ഗോഡ്. ക്ലിപ്പ് എവിടെ പോയി? ഞാൻ പറയട്ടെ, ഉരുകിപ്പോയി. ഇരുമ്പിനെ ഉരുക്കാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ദുരബല ഹതുര ജപനക ദകല ദലബല ഹത്തൽ കൗഡ ശബ്ദ. ഇന്ന് പകൽക്കാലം ശക്തിയോടെ 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 പ്രാർത്ഥനയും ആരാധനയും ഉയരട്ടെ. ആമേൻ. ദൈവവേദലേ, നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ ആരാധിക്കുമ്പോൾ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കിക്കണം. റോമൻ കാരാഗ്രഹത്തിൽ വെച്ച് പ്രൈസ് ഗോഡ് കാലുകൾ ചങ്ങലയിട്ട് ബാമത്തിലിട്ട് പൂട്ടപ്പെട്ടവരായി പൗലോസും ശിലാസും പ്രൈസ് ഗോഡ് 16-ാം അധ്യായത്തിൻ്റെ 24-25 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ഒന്ന് ശ്രദ്ധിക്ക്. അവർ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. എന്തോ ചെയ്തു? പാടി സ്തുതിച്ചു. പൗലോസ് ഒരു സ്ഥലത്ത് ഇപ്രകാരം എഴുതി, ഞാൻ നിങ്ങളെക്കാൾ എല്ലാവരെക്കാളും അധികം അന്യഭാഷ പറയുന്നു. ആ ജയിലിൽ കിടന്ന് അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചു കാണും, ദൈവത്തെ പാടി സ്തുതിച്ചു കാണും. ആ ആരാധനയുടെ ശക്തി അങ്ങോട്ട് പുറപ്പെട്ടപ്പോൾ, ആ ആരാധനയുടെ ശക്തി അങ്ങോട്ട് വെളിപ്പെട്ടപ്പോൾ എന്തൊക്കെ നടന്നെന്ന് അടുത്ത പട്ടികയായിട്ട് എഴുതിയിരിക്കുന്നു. വായിച്ചു കേട്ടെ. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. നീ പ്രാർത്ഥിക്കുമ്പോൾ ഭൂമി കുലുങ്ങത്തക്കവണ്ണമുള്ള അതിശക്തമായ ദൈവത്തിന്റെ ശക്തി നീ ഇരിക്കുന്ന സ്ഥാനത്തേക്ക്, നീ കിടക്കുന്ന സ്ഥാനത്തേക്ക് അയക്കാൻ കഴിവുള്ള ഒരു മഹാദൈവമാണ് എൻ്റെ ദൈവം. ആമേൻ, പ്രൈസ് ഗോഡ്. പൊന്നമാൻറ്റി വന്നിട്ടുണ്ട്. പൊന്നമാൻറ്റിയുടെ വീട്ടിൽ വെച്ചിട്ട് പ്രാർത്ഥിച്ചപ്പം ഒരു സാധനം പൊട്ടിത്തെറിച്ചത് ഓർക്കുന്നുണ്ടോ? നീ പ്രാർത്ഥിക്കുമ്പോൾ ബോംബ് പൊട്ടുന്നതിനേക്കാളുള്ള ശക്തി യേശുവിൻ്റെ നാമത്തിലെന്ന് പറയുമ്പോൾ വ്യാപരിക്കും. ഇന്ന് പകൽക്കാലം നിന്റെ പ്രാർത്ഥനയിൽ കൂടെ വ്യാപരിക്കേണ്ട ശക്തിയുണ്ട്, നിന്റെ പ്രാർത്ഥനയിൽ വ്യാപരിക്കേണ്ട ശക്തിയുണ്ട്. അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. ആമേൻ, പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. ഇരുമ്പ് ഉരുകി മാറി. പൗലോസും ശിലാസും പ്രാർത്ഥിച്ചു, ഭൂമി കുലുങ്ങി. അടുത്തത്, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. കാരാഗ്രഹത്തിന്റെ ഫൗണ്ടേഷൻ ഇളകി. പിന്നെ
വാതിലൊക്കെയും തുറന്നുപോയി. വാതിലൊക്കെയും തുറന്നു. ചുമ്മാ കിടന്ന വാതിലല്ല, നല്ല ഒന്നാം ദിനം റോമൻ കാരാഗ്രഹത്തിൻ്റെ വാതിലെന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഗേറ്റിനിടുന്നതിനേക്കാളും വലിയ കമ്പ്യൂട്ടറിൽ ഓടാമ്പലായിരിക്കും. അതങ്ങ് അറുത്ത് മുറിച്ചുകൊണ്ട് വാതിലങ്ങോട്ട് തുറന്നുപോയി. അതുകൊണ്ടാണ് പറയുന്നത്, നീ ആരാധിക്കുമ്പോൾ, നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ അനുഗ്രഹത്തെ അടച്ചു വെച്ചുകൊണ്ട് പൂട്ടിയിട്ടിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ അതിൻ്റെ താഴെ അറുത്ത് മാറ്റിക്കൊണ്ട് നിന്നെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിച്ചാരാധിക്ക്, വിശ്വസിച്ചാരാധിക്ക്. ദൈവകൃപർത്തി ഇന്ന് പകൽക്കാലം വെളിപ്പെടട്ടെ. കരങ്ങളടിച്ചവനെ സ്തുതിച്ചാരാധിക്ക്, കരങ്ങളടിച്ചവനെ സ്തുതിച്ചാരാധിക്ക്. നിന്റെ ശക്തി മുഴുവൻ എടുത്ത് ആരാധിക്ക്. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഉടുപ്രഹത്ര ബൗഡ രക്തം ചെയ്യും, രക്തം ചെയ്യും, രക്തത്താൽ ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം കർത്താവേ അത്ഭുതകരമായി ചില പൂട്ടുകൾ പൊട്ടട്ടെ, ചില കെട്ടുകൾ പൊട്ടട്ടെ, ചില ബന്ധനങ്ങൾ അഴിയട്ടെ, ചില വാതിലുകൾ തുറക്കട്ടെ. പ്രൈസ് ഗോഡ്. എൻ്റെ പ്രസംഗം പകുതി കൂടുതൽ അനുഭവമാണ്. പുസ്തകത്തിൽ നിന്ന് വായിച്ചത് ബാക്കി. വേറൊരു അനുഭവം പറയാം. നിങ്ങൾക്കൊരു നന്മയുണ്ടെങ്കിൽ ആ നന്മയിലേക്ക് നിങ്ങളെ പ്രവേശിക്കാതിരിക്കാൻ ശത്രു പൂട്ടും. അത് ഭൗതികമായിട്ടും പൂട്ടും. അമ്പൂറ്റി എന്ത് ഈ അമ്പൂറ്റി ഒന്ന് മുമ്പോട്ടൊന്നേ. ഈ അമ്പൂറ്റി കുമ്പനാട് പണിതിരിക്കുന്നൊരു വീട് ഇന്ന് ഒരു 1.5 കോടി വരും. അതുപോലെ പണിയണമെങ്കിൽ അതുപോലത്തെ ഒരു വീട് പണി തീർക്കാൻ കഴിയാതെ, കാശില്ലാഞ്ഞിട്ടല്ല, കുമ്പനാട്ടെ ബാങ്കറാണ്, പക്ഷെ കാശില്ലാഞ്ഞിട്ടല്ല, അങ്ങോട്ട് കയറ്റുകയില്ല, പറമ്പിൽ കയറ്റുകയില്ല, പണി ഇടയ്ക്ക് വെച്ചിട്ടു. എത്ര നാൾ പൂട്ടിക്കിടന്നു? 4 വർഷം വീട് പൂട്ടിക്കിടന്നു, ഗേറ്റ് പൂട്ടിക്കിടന്നു, വീട് പൂട്ടിക്കിടന്നു. 4ാമത്തെ വർഷത്തിൽ ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അമ്പൂറ്റിയുടെ വീട്ടിൽ ചെന്ന, അമ്പൂറ്റി ആ പണി തീരാതെ കിടക്കുന്ന വീട്ടിൻ്റെ സൈറ്റിലേക്ക് നമുക്കൊന്ന് പോകാം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രൈസ് ഗോഡ്. ഞാനും അമ്പൂറ്റിയും കൂടെ അങ്ങോട്ട് പോയി. 4 വർഷത്തെ പഴക്കമുള്ള അമ്പൂറ്റി മേടിക്കുന്ന താഴ് സാധാരണ താഴല്ല, ഗോദറേജിൻ്റെ 6 പറഞ്ഞല്ലേ, വേറൊരു സാധനമുണ്ട്, അതാ അമ്പൂറ്റി മേടിക്കുന്നത്. ഗേറ്റ് പൂട്ടാൻ കള്ളന്മാർക്ക് അറക്കാനും പറ്റത്തില്ല, പൊളിക്കാനും പറ്റത്തില്ല. പ്രൈസ് ഗോഡ്. അങ്ങനത്തെ താഴിട്ട് പൂട്ടിയേക്കുക. ചെന്നു ബാക്കി അമ്പൂറ്റി പറഞ്ഞു. അത് ഒരിക്കലും തുറക്കാൻ സാധിക്കത്തില്ല, എനിക്ക് ആ വീട്ടിൽ താമസിക്കാനും പറ്റത്തില്ല എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നിട്ട് ഞാനത് പൂട്ടി വെള്ളം കയറിയ തുരുമ്പിച്ച് പോകാതിരിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് ഇട്ട് കെട്ടി വെച്ചേക്കായിരുന്നു. ചെറിയൊരു വിക്കറ്റ് ഗേറ്റ് വേറെ ഉണ്ട്. അത് തുറന്ന് ഞങ്ങൾ തെങ്ങിൻ തൈക്കും ഈ മാവിൻ തൈക്കും ഒക്കെ വെള്ളം ഒഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുമായിരുന്നു. പാസ്റ്ററിനോട് ഞാൻ ഈ വീടിൻ്റെ കാര്യം പറഞ്ഞു, അതൊന്ന് കാണട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് പിച്ചാത്തി എടുത്തുകൊണ്ട്, ഞാൻ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൽ തൊട്ടടുത്ത് തന്നെയായിരുന്നു, അതുകൊണ്ട് ഓടി താഴോട്ട് വന്നു. പാസ്റ്ററും ആൻറ്റിയും ജെയ്സനും ഒരു എബ്രാം പാസ്റ്ററും ഒക്കെ ഉണ്ടായിരുന്നു. താഴോട്ട് വന്നു. ഞാൻ കൊച്ചു കയറ്റി കൂടെ കയറി ഈ പ്ലാസ്റ്റിക്കൊക്കെ അഴിച്ചു. ഞാൻ താക്കോല് താഴിനകത്തോട്ടിട്ട്, അത് 7 ലിവറിൻ്റെ താഴാണ്. അത് ഒരു 340 വരെ കഴിഞ്ഞെങ്കിലേ ലാസ്റ്റ് ലിവർ തട്ടിപ്പോകത്തുള്ളൂ. ഞാൻ ഒരു 45-50 ഡിഗ്രി വരെ താക്കോൽ തിരിഞ്ഞു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന താക്കോലിൻ്റെ ഭാഗം എൻ്റെ കയ്യിലും ബാക്കിയുള്ളത് താഴിനകത്തും ആയിട്ട് ഒടിഞ്ഞു പോയി. എനിക്ക് വലിയ പ്രയാസം തോന്നി. ഞാൻ ഓടി പാസ്റ്ററിൻ്റെ അടുത്ത് വെച്ച് പറഞ്ഞു, പാസ്റ്റർ ഗേറ്റ് തുറക്കാനൊക്കത്തില്ല. അന്ന് ഞാൻ ആത്മീയമായിട്ട് എനിക്ക് അത്രയും അറിയത്തില്ല. പാസ്റ്റർ പറഞ്ഞു, ആഹാ ഞങ്ങളെ ഇതിനകത്തോട്ട് കയറ്റത്തില്ലയോ എന്ന് ചോദിച്ചു. എനിക്കതൊന്നും മനസ്സിലായില്ല. പാസ്റ്റർ ഉടനെ തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഈ കൊച്ചു ഗേറ്റിൽ കൂടെ അകത്തോട്ട് വന്ന് ഈ താഴെയിലൊന്ന് പിടിച്ചു. അത് ഒരു മെറ്റലാണ്, എത്ര ശക്തിയോടെ അതിൽ വിരലുകൊണ്ട് അടിക്കാമെന്ന് അറിയത്തില്ല. പാസ്റ്റർ ഇങ്ങനെ കൊട്ടിക്കൊണ്ട് ചെറിയ അനങ്ങുന്നത് എനിക്ക് കാണാം. താഴിങ്ങനെ ഒന്ന് വലിച്ചു, താഴ് തുറന്നു പോന്നു. അന്നേരവും ഈ മുറിഞ്ഞ താക്കോലിൻ്റെ അറ്റം ഈ 45-50 തന്നെ ഇരിക്കുകയാണ്. പാസ്റ്റർ എന്നോട് പറഞ്ഞു, ഇതിൻ്റെ ബന്ധനം ഇതൊരിക്കലും നിങ്ങൾക്ക് ഉപയോഗപ്രദമാകാത്ത രീതിയിൽ ശത്രു ബന്ധിച്ചിട്ടിരുന്നതാണ്, അത് ഇപ്പോൾ അഴിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. പിന്നീട് അതിനുശേഷം അതിൻ്റെ പണി നടത്തി 3 ദിവസം അവിടെ കൺവെൻഷൻ നടത്തി. ഇന്ന് അവിടെ താമസിക്കാൻ നാട്ടുകാർ മുഴുവനും ഞങ്ങളത് വിട്ടിട്ട് പോകുമെന്ന് വിചാരിച്ച വീട്ടിൽ താമസിക്കാൻ ദൈവം സഹായിച്ചു. നിന്നെ കയറ്റത്തില്ലെന്ന് പറഞ്ഞ് വല്ലവനും വല്ലതും പൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ അത് എത്ര 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 ശക്തമായ പൂട്ടായാലും അതിനെ അറുത്ത് മാറ്റണ്ട, പൊട്ടിച്ചു മാറ്റാൻ
എൻ്റെ യേശുവിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം ചില ബന്ധനങ്ങൾ അഴിയട്ടെ, ചില പൂട്ടുകൾ പൊട്ടട്ടെ, ചില ചങ്ങലകൾ പൊട്ടട്ടെ, ചില വാതിലുകൾ തുറക്കട്ടെ. ഊടക ജനമ്പ ദകല രഗതക നരല ഹർത്തര ഹർദ കന്ദര ബൗഡെ മസക ദിന രഗരക ദനിതല ഹത്തുര ജപന തരവൽ ഖൗഡര വാരക ദർബശ്യ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതലേ, നിന്റെ മുമ്പിൽ അടച്ചിട്ടിരിക്കുന്ന, കെട്ടിയിട്ടിരിക്കുന്ന, ബന്ധിച്ചിട്ടിരിക്കുന്ന, പൂട്ടിയിട്ടിരിക്കുന്ന ചില വാതിലുകൾ ഈ ഉപവാസത്തിൻ്റെ 4-ാം ദിവസം ആമേൻ ലാസറിനെ വെളിയിൽ കൊണ്ടുവന്ന, മരിച്ച് നാറ്റം വെച്ച ലാസറിനെ വെളിയിൽ കൊണ്ടുവന്ന 4-ാം ദിവസം ഇന്ന് ചിലത് പൊട്ടി 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 വെളിയിൽ വരട്ടെ. The name of Lord Jesus I command. യേശുവിന്റെ നാമത്തിൽ ചിലത് പൊട്ടട്ടെ, വെളിയിൽ വരട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പൈതലേ, ഇത് ഉപവാസത്തിൻ്റെ 4th ഡേ അല്ലേ? ഇന്ന് 4-ാമത്തെ ദിവസമാണ്. 4-ാമത്തെ ദിവസമാണ് ഇനി ജീവിക്കത്തില്ലെന്ന് പറഞ്ഞ, മരിച്ച് ചത്ത് നാറ്റം വെച്ച് 4 ദിവസമായെന്ന് പറഞ്ഞ ലാസർ എല്ലാ കെട്ടോടും കൂടി വെളിയിൽ വന്നത്. അങ്ങനെയാണെങ്കിൽ ആ കെട്ടുണ്ടെങ്കിൽ കെട്ടോടെ വെളിയിൽ വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വെളിയിൽ വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വെളിയിൽ വരട്ടെ. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വെളിയിൽ വരട്ടെ. ആമേൻ. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 46-ലാണെന്ന് എഴുതിയിരിക്കുന്നു. മരിച്ച 42-ൽ നിന്ന് വായിച്ച്. യോഹന്നാൻ 11:42 40 തൊട്ട് വായിച്ചല്ലേ? യേശു അവളോട്, അല്ല, കല്ല് നീക്കി താഴോട്ട് 40 താഴോട്ട് മാറ്റ്. അടുത്തത് താഴോട്ട് 40 41 42 43 44 വായിച്ചോ. ഇങ്ങനെ പറഞ്ഞിട്ട് 43 ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ, ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. എന്നിട്ട് മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും. അവന്റെ കാലും കൈയും ശീല കൊണ്ട് പിന്നെ എങ്ങനെ പുറത്തു വന്ന്? നടന്നല്ല. കാലും കൈയും കെട്ടിയ വരാൻ പറ്റുമോ? നടന്നല്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്ന ബഥാന്യയിലെ ഈ ലാസറിൻ്റെ കല്ലറ ഞങ്ങൾ പോയി കണ്ടവരാണ്. ഇവിടെ കണ്ടവരിപ്പുണ്ട്. അതിനകത്തേക്ക് ഇറങ്ങി ചെന്നാൽ 32 പടി. അഡ്വക്കേറ്റ് പോൾ മാത്യു എണ്ണി അതല്ലേ? 32 സ്റ്റെപ്പുണ്ട്. ഈ 32 സ്റ്റെപ്പ് ഇങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ഇങ്ങനെ വളഞ്ഞ് ചെന്നിട്ട് വേണം കയറാൻ. ദൈവമക്കളെ, ഈ 32 സ്റ്റെപ്പ് ഏതാണ്ട് 19-20 അടി താഴെ കയ്യും കാലും കെട്ടിയിട്ടിരുന്ന ലാസറിൻ്റെ ജീർണിച്ച ശരീരം അവൻ ജീവൻ വെച്ച് തെറിച്ച് സ്പ്രിങ്ങെന്ന് തെറിക്കുന്നത് പോലെ കറങ്ങി അടിച്ച് നേരെ വന്ന് യേശുവിൻ്റെ മുമ്പിൽ നിന്നു. ഇന്ന് പകൽക്കാലം മാർത്തയുടെ മുമ്പിൽ നിന്നു. ഹല്ലേലൂയ, മറിയയുടെ മുമ്പിൽ നിന്നു. നിന്റെ വിഷയം ഹല്ലേലൂയ, ശത്രു കെട്ടിയിട്ടിരിക്കുന്ന വിഷയം, ശത്രു ബന്ധിച്ചിട്ടിരിക്കുന്ന വിഷയം യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തിയിൽ, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയിൽ കറങ്ങി തിരിഞ്ഞ് നിന്റെ മുമ്പിൽ വന്ന് ജീവനോടെ നിൽക്കും. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. യേശു പറഞ്ഞു, അവൻ്റെ കൈയും ശീല കൊണ്ട് കെട്ടി, മുഖം റൂമാൽ കൊണ്ട് മൂടിയും. അവൻ്റെ കെട്ട് വായിക്ക്. അവന്റെ കെട്ടഴിപ്പിൻ. അവൻ പോകട്ടെ എന്ന് പറഞ്ഞു. എന്തിനാ ഈ കെട്ടോടെ വന്നെന്നറിയാമോ? മനുഷ്യൻ കെട്ടിയത് മനുഷ്യനെ കൊണ്ട് തന്നെ അഴിപ്പിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കൊത്തിയ പാമ്പിനെ കൊണ്ട് വിഷം ഒടിപ്പിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഇന്ന് പകൽക്കാൽ നിനക്കെതിരായി വല്ലവനും കെട്ടിയിട്ടുണ്ടെങ്കിൽ അവനെ കൊണ്ട് അഴിപ്പിക്കും. ഇതാ ദൈവത്തിൻ്റെ വിശ്വസ്തത. നിന്റെ കുഞ്ഞുങ്ങൾക്കെതിരായി, നിന്റെ തലമുറകൾക്കെതിരായി, നിന്റെ വീടിനെതിരായി, നിന്റെ സകല വിഷയങ്ങൾക്കുമെതിരായി. Praise God.
ദൈവമക്കളെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. പിശാച് കെട്ടിയ ഭയങ്കര പ്രശ്നമാണ്, അടച്ച ഭയങ്കര പ്രശ്നമാണ്. യേശുവിൻ്റെ നാമത്തിലല്ലാതെ അഴിയത്തില്ല. അതുകൊണ്ടാണ് വചനം എഴുതിയത്, പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാൻ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി. പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാൻ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി. ഇന്ന് പകൽക്കാലം നിനക്കെതിരായി കെട്ടിയ പൈശാചിക കെട്ടുകളെ അഴിക്കാൻ എൻ്റെ യേശു പ്രത്യക്ഷനായി. ആമേൻ. ഞങ്ങൾ ഈ കഴിഞ്ഞ പ്രാവശ്യം കുവൈറ്റിൽ ചെന്നപ്പോൾ, ഞങ്ങൾ എല്ലാ പ്രാവശ്യവും താമസിക്കാറുള്ളത് IPCയുടെ പാസ്റ്റർ TS എബ്രഹാം അദ്ദേഹത്തിൻ്റെ മകളുടെ വീട്ടിലാണ് താമസിക്കാറ്. അദ്ദേഹത്തിൻ്റെ മകളുടെ വീട്ടിലാണ് താമസിക്കാറ്. പാസ്റ്റർ KE എബ്രഹാമിൻ്റെ കൊച്ചുമകൾ മോളി. അവരെ കല്യാണം കഴിച്ചിരിക്കുന്നത് എൻ്റെ കൂടെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിട്ടുള്ള ഷാജി അഥവാ ജേക്കബ് തോമസ് ഷാൽമിയിൽ താമസിക്കുന്നതാണ്. ഞങ്ങൾ ഇതിനു 3 പ്രാവശ്യം പോയി. 3 പ്രാവശ്യം അവരുടെ വീട്ടിലാണ് താമസിച്ചത്. ഞങ്ങൾ ആദ്യത്തെ പ്രാവശ്യം ചെല്ലുമ്പോൾ ഷാജിയുടെ മൂത്ത മകൻ എൻ്റെ മകൻ്റെ കൂടെ കാലിഫോർണിയയിൽ പഠിക്കുകയാണ്. രണ്ടാമത്തെ പ്രാവശ്യം ചെല്ലുമ്പോൾ മൂത്ത മകൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷമാണ്. മൂന്നാമത്തെ പ്രാവശ്യം ചെന്നപ്പോൾ രണ്ടാമത്തെ മകളുടെയും മകൻ്റെയും കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ ചെല്ലുന്നത്. പ്രൈസ് ഗോഡ്. ഞങ്ങൾ നാലാമത്തെ പ്രാവശ്യം ഞങ്ങൾ ചെന്നപ്പോൾ ഇവരൊരു ദിവസം ഞങ്ങളോട് പറഞ്ഞു, പാസ്റ്റർ, ഈ പ്രാവശ്യം ഒരു വിഷയം ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുണ്ട്. ഞങ്ങളുടെ മൂത്ത മകൻ്റെ കല്യാണം കഴിഞ്ഞു, ഇപ്പോൾ വർഷം 7 ആകാൻ പോകുന്നു, മക്കളില്ല. രണ്ടാമത്തെ മകളുടെ കല്യാണം കഴിഞ്ഞു, വർഷം 4 ആകാൻ പോകുന്നു, മക്കളില്ല. ഇളയ മകൻ്റെ കല്യാണവും കഴിഞ്ഞു, വർഷം 3 ആകാൻ പോകുന്നു, മക്കളില്ല. 3 പേർക്കും മക്കളില്ല. വിഷയം ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, നാളെ നിങ്ങൾ ഉപവാസത്തിലാണ്, ഞങ്ങൾ ഉപവാസത്തിലാണ്. നമ്മളൊരു വീട്ടിൽ കയറി താമസിച്ചേച്ചും ആ വീട്ടിലൊരു കഷ്ടം കണ്ടാൽ ഒരു ദൈവദാസന് ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല. അവിടെ എന്തെങ്കിലും ദൈവം ചെയ്തേ പറ്റൂ. അപ്പം നിങ്ങൾ ഉപവസിച്ചു, ഞങ്ങൾ ഉപവാസമാണ്. ആമേൻ. ഉച്ച കഴിഞ്ഞൊരു 3 മണിയായ സമയത്ത് ഗ്രേസിയും ഞാനും, അവരുടെ 2 മക്കളും ഇല്ല, മൂത്ത മകനും ഇല്ല, മകളും അവിടെ ഇല്ല, ഇളയ മകനും മാത്രമേ ഉള്ളൂ. ഇളയ മകനും അവൻ്റെ ഭാര്യയും ഞാനും ഗ്രേസിയും കൂടെ ആ ഒരു മുറിക്കകത്തിരുന്ന്, പ്രൈസ് ഗോഡ്, അവരുടെ മാതാവും ഉണ്ടായിരുന്നു. ഞങ്ങൾ 15 മിനിറ്റ് സംസാരിച്ചു, 15 മിനിറ്റ് പ്രാർത്ഥിച്ചു. എല്ലാം കൂടെ 30 മിനിറ്റ് താഴെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിങ്ങളിന്ന് ഫേസ്ബുക്കിൽ നോക്കിയാൽ ഒരു കാര്യം കാണാൻ സാധിക്കും. ഒറ്റ വർഷത്തിന് മുമ്പ് മൂത്തവന് കൊച്ചുണ്ടായി, പെങ്ങൾക്ക് കൊച്ചുണ്ടായി, ഇളയവന് കൊച്ചുണ്ടായി. 6 അപ്പനും അമ്മ 6 പേര്, ഇവരുടെ അപ്പൂപ്പനായിട്ടുള്ള 2 പേര് 8 പേര്, 3 കുഞ്ഞുങ്ങൾ, 11 പേര് നിന്നിട്ടുള്ള ഫോട്ടോ ഫേസ്ബുക്കിൽ ഞാൻ കാണിച്ചു തരാം. പ്രാർത്ഥിച്ചാൽ മറുപടി തരുന്നൊരു ദൈവമുണ്ട്. ഒറ്റ പ്രാർത്ഥന കൊണ്ട് നിന്റെ തലമുറയുടെ ബന്ധനം അഴിയും. നിന്റെ തലമുറയുടെ ജോലിയുടെ ബന്ധനം അഴിയും. നിന്റെ തലമുറയുടെ കുഞ്ഞുങ്ങളുടെ ബന്ധനം അഴിയും. പ്രസവത്തിന്റെ ബന്ധനം അഴിയും. വരുമാനത്തിന്റെ ബന്ധനം അഴിയും. യാത്രയുടെ ബന്ധനം അഴിയും. പഠിത്തത്തിന്റെ ബന്ധനം അഴിയും. എല്ലാ ബന്ധനവും അഴിയും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ. ഇത് ഞാൻ പറയുന്നതിന് ചുമ്മാ പ്രസംഗിക്കുകയല്ല, അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഇരിക്കുന്ന തലമുറയുടെ വിഷയത്തിന് വിടുതൽ വേണ്ടവർക്ക് മനസ്സിലാക്കണം. ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കേണ്ടതുപോലെ ആരാധിച്ചാൽ എനിക്ക് ഇന്ന് വിടുതലുണ്ട്. നീ ഇവിടെ നിന്ന് മടങ്ങി ചെല്ലുന്നതിന് മുമ്പ് നിന്റെ തലമുറയുടെ വിഷയത്തിന് വിടുതൽ കിട്ടാൻ സാധ്യതയുള്ളൊരു പ്രസംഗമാണ് ഞാൻ പ്രസംഗിക്കുന്നത്. 15 മിനിറ്റ് മതി ഒരു വിഷയത്തിന് വിടുതൽ കിട്ടാൻ. നിന്റെ അഹങ്കാരം മാറ്റിക്കളഞ്ഞ്, ഹല്ലേലൂയ, മറുതലിപ്പ് മാറ്റിക്കളഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്നതിന് ശക്തിയോടെ താഴ്ത്തി കൊടുക്കുക. അവൻ ദൈവത്തിൻ്റെ മുമ്പിൽ, യേശുവിൻ്റെ മുമ്പിൽ താഴ്ത്തി കൊടുത്ത് ശക്തിയോടെ അവനെ ആരാധിക്കുക. ഇന്ന് പകൽക്കാലം നിന്റെ തലമുറയുടെ മേലുള്ള ബന്ധനം അഴിയും. Praise God. Hallelujah. ദൈവമക്കളെ, ഹല്ലേലൂയ. ഞാനിത് ഇത്രയും പറഞ്ഞത് ഞാൻ സബ്ജക്റ്റിൽ നിന്ന് വെളിയിൽ പോയിട്ടല്ല കേട്ടോ. എന്തിനാ പറയുന്നറിയാമോ? നിനക്ക് തലമുറയുടെ വിഷയത്തിൽ വിടുതൽ കിട്ടിയാൽ, സാമ്പത്തിക വിഷയത്തിൽ വിടുതൽ കിട്ടിയാൽ, പ്രൈസ് ഗോഡ്, കുടുംബ വിഷയത്തിൽ വിടുതൽ കിട്ടിയാൽ, സ്ഥാവര ജംഗമ സ്വത്തുക്കളുടെ വിഷയത്തിൽ വിടുതൽ കിട്ടിയാൽ, രോഗത്തിൻ്റെ വിഷയത്തിൽ വിടുതൽ കിട്ടിയാൽ, അടഞ്ഞ വാതിൽ തുറന്ന് കിട്ടിയാൽ, ദൈവസന്നിധിയിൽ നിന്ന് പോകരുത്. ദൈവം അനുഗ്രഹിച്ച് കഴിയുമ്പോൾ ഭക്തി കുറയരുത്. ദൈവം അനുഭവിച്ച് കഴിയുമ്പോൾ ഡെഡിക്കേഷൻ കുറയരുത്. ദൈവം അനുഗ്രഹിച്ച് കഴിയുമ്പോൾ പ്രസംഗവും പ്രാർത്ഥനയും കുറയരുത്, കൂടണം. ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം, 19-ാം അധ്യായം 22-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 22-ാം വാക്യം.
ബന്ധപ്പെട്ട് അവിടേക്ക് ഓടിപ്പോകാം. നീ അവിടെ എത്തുവോളം 19 സോറി ഒരു മിനിറ്റ്. പതിനെട്ടിൻ്റെ 22 സോറി 22 18 22. അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സൊദോമിലേക്ക് പോയി. അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. പ്രൈസ് ഗോഡ്. അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സൊദോമിലേക്ക് പോയി. അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. ബട്ട് ഏബ്രഹാം stood yet before the Lord. തന്നെ നിന്നു. ആ നിപ്പിൻ്റെ മുമ്പിൽ പ്രൈസ് ഗോഡ് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ 100 വർഷമായി അനുഭവിക്കുന്ന വിഷയത്തിൻ്റെ വിടുതൽ കിട്ടിയ ദിവസമാണ് നിൽക്കുന്നത്. എന്തോ വിടുതലെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ആമേൻ. 18-ാം അധ്യായം അതിൻ്റെ മേളിലേക്ക് വായിക്കുമ്പോൾ 14-ാം വാക്യം. യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ഒരാണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും. സാറയ്ക്ക് ഒരു മകനുണ്ടാകും. മതി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ യേശുവിനെ കണ്ടുമുട്ടിയത് 12:4, ഉൽപ്പത്തി 12:4. ഈ ദൈവത്തെ കണ്ടുമുട്ടിയത് യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രാം പുറപ്പെട്ടു. ലോത്തും അവനോടുകൂടെ പോയി. ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രാമിന് 75 വയസ്സായിരുന്നു. എത്ര വയസ്സുണ്ടായിരുന്നു? ഹാരാനിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ അബ്രഹാമിന് 75 വയസ്സ് ഉണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇനി ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഈ സമയത്തെക്കുറിച്ച് നമ്മൾ വായിച്ചാൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. 17-ാം വാക്യം, 18-17. അപ്പോൾ യഹോവ അരുളി ചെയ്തത്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വെക്കുമോ? അബ്രഹാം വലിയത്. 17-ാം വാക്യം. അപ്പോൾ യഹോവ അരുളി ചെയ്തത്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വെക്കുമോ? ഞാൻ ചെയ്യാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വെക്കുമോ? 17-17. വെരി സോറി, 17-17. അപ്പോൾ അബ്രഹാം കവിണ്ണു വീണ് ചിരിച്ചു. 100 വയസ്സുള്ളവന് മകൻ ജനിക്കുമോ? എത്ര വയസ്സുണ്ട്? 100 വയസ്സ്. പുറപ്പെട്ടത് എപ്പോഴാ? 75 വയസ്സിൽ. 25 വർഷം കഴിഞ്ഞു. എന്തില്ല? തലമുറയില്ല. 25 വർഷം കഴിഞ്ഞിട്ടും തലമുറയില്ല. അബ്രഹാം ചോദിക്കുകയാണ്, ദൈവിക വാഗ്ദത്തങ്ങൾ കിട്ടിയപ്പോഴും ചോദിക്കുകയാണ്, ദൈവമേ എനിക്ക് 100. അടുത്ത വാക്യം. 90 വയസ്സുള്ള സാറ പ്രസവിക്കുമോ? സാറായിക്ക് 90. ഹല്ലേലൂയ. വിവരക്കേട് കൊണ്ടല്ല. റോമാലേഖനം 4-ാം അധ്യായം. പ്രൈസ് ഗോഡ്. റോമാലേഖനം 4-ാം അധ്യായം 19-ാം വാക്യം. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടുമാണ്. 17-17 ഒന്നുകൂടെ വായിച്ചേ. ഉൽപ്പത്തി 17-17 നമ്മൾ വായിച്ചത് തന്നെ. അപ്പോൾ അബ്രഹാം കവിണ്ണു വീണ് ചിരിച്ചു. 100 വയസ്സുള്ളവന് മകൻ ജനിക്കുമോ? പ്രൈസ് ഗോഡ്. എന്നിട്ട് 90 വയസ്സുള്ള സാറ പ്രസവിക്കുമോ? അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ റോമാലേഖനം 4-ാം അധ്യായത്തിൽ വായിച്ച ഭാഗം ഒന്നുകൂടെ വായിച്ചേ. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും
വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. കാരണം തമ്പുരാൻ ഒരു കാര്യം പറഞ്ഞു, യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? നിന്റെ ദൈവത്താൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ആര് വേണമെങ്കിൽ എഴുതിത്തള്ളിയ വിഷയമാകട്ടെ, കോടതി എഴുതിത്തള്ളിയതാകട്ടെ, പോലീസുകാർ എഴുതിത്തള്ളിയതാകട്ടെ, ആസ്പത്രികൾ എഴുതിത്തള്ളിയതാകട്ടെ, ഡോക്ടർമാർ എഴുതിത്തള്ളിയതാകട്ടെ, മെഡിക്കൽ കോളേജ് എഴുതിത്തള്ളിയതാകട്ടെ, വീട്ടുകാർ എഴുതിത്തള്ളിയതാകട്ടെ, നാട്ടുകാർ എഴുതിത്തള്ളിയതാകട്ടെ, ആരെ എഴുതിത്തള്ളിയതാകട്ടെ, യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കർത്താവേ വെളിപ്പെടുത്തണമേ, വെളിപ്പെടുത്തണമേ, തെളിയിക്കണമേ. ആമേൻ. യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ആ ഒരു വചനമകത്ത് കയറിയത് കൊണ്ട് അബ്രഹാം ഗ്രഹിച്ചിട്ടും ക്ഷീണിച്ചില്ല, ഗ്രഹിച്ചിട്ടും ക്ഷീണിച്ചില്ല. ആമേൻ. വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. He considered not his own body now dead when he was about 100 years old, neither yet the deadness of Sarah's womb. English എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയേ. He considered not. മനസ്സിലായോ? ബീയിങ് നോട്ട് വീക്ക് ഇൻ ഫെയ്ത്ത്. വിശ്വാസത്തിൽ ബലമുള്ളവനായിരുന്നത് കൊണ്ട്, വിശ്വാസത്തിൽ ക്ഷീണമില്ലാത്തവനായിരുന്നത് കൊണ്ട്, വിശ്വാസത്തിൽ ഉറപ്പുള്ളവനായിരുന്നത് കൊണ്ട് അവൻ്റെ ശരീരത്തിൻ്റെ നിർജീവത്വം കൺസിഡർ ചെയ്തില്ല, പരിഗണിച്ചില്ല. സാറായുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വവും അവൻ കൺസിഡർ ചെയ്തില്ല, പരിഗണിച്ചില്ല. ഹീ considered not his own body, no, now dead, when he was about 100 years old, neither yet the deadness of Sarah's womb. ഒന്നും പരിഗണിക്കല്ലേ, ഒന്നും പരിഗണിക്കല്ലേ. നീ കാണുന്നത് പരിഗണിക്കല്ലേ, നിനക്ക് അറിയാവുന്നത് പരിഗണിക്കല്ലേ, നീ നിന്റെ ചുറ്റുമുള്ളത് പരിഗണിക്കല്ലേ. കോമൺ സെൻസ് ഉപയോഗിക്കല്ലേ, കോമൺ സെൻസ് ഇന്റലിജൻസ് ഉപയോഗിക്കല്ലേ. ഇന്ന് പകൽക്കാലം ഉപയോഗിക്ക് വിശ്വാസത്തിന്റെ ഗൈഡൻസ്. ഹല്ലേലൂയ. ഇതാണ് വിശ്വാസം. വിവരം കെട്ടവൻ കണ്ണുമടച്ച് വിശ്വസിക്കാൻ ദൈവവചനം പറയുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ വിവരം കെട്ടവൻ കണ്ണുമടച്ച് വിശ്വസിക്കുന്നത് പോലെ ഒരു വിശ്വാസമല്ല ദൈവത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് അവൻ സർവശക്തനാണെന്ന് അറിഞ്ഞിട്ട് എൻ്റെ വിഷയത്തിന് പരിഹാരം തരുവാൻ, എന്നെ നടത്തുവാൻ, എന്നെ സൗഖ്യമാക്കുവാൻ, എന്നെ അനുഗ്രഹിപ്പാൻ, എൻ്റെ വിഷയത്തിന് മാറ്റം വരുത്താൻ അവൻ കഴിവുള്ളവനാണ്. Praise God. Hallelujah. ഈ 99 വയസ്സായപ്പം 17-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിച്ചു നോക്കിയേ, എങ്ങനെ അവന് പ്രത്യക്ഷപ്പെട്ടതെന്ന്. അബ്രാമിന് 99 വയസ്സായപ്പോൾ, അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി അവനോട്, യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. മനസ്സിലായോ? ദൈവത്തിൻ്റെ പ്രത്യക്ഷത കിട്ടണമെങ്കിൽ ഇങ്ങനെ കിട്ടണം. എൻ്റെ യേശു വാക്ക് മാറാത്തവൻ, എൻ്റെ യേശു പ്രവർത്തിക്കാൻ കഴിവുള്ളവൻ. മനുഷ്യൻ മാറും, നിന്റെ കൂട്ടുകാർ മാറും, വീട്ടുകാർ മാറും, സഹോദരങ്ങൾ മാറും, അപ്പനും അപ്പയും മാറും, ലോകത്ത് സകലരും മാറും. എന്ന മാറാത്ത ഒരുവനുണ്ട്, അവൻ നസറേനായ യേശു മാത്രം. മനുഷ്യന്റെ സ്വഭാവം മാറും, ഇന്നലത്തെ സ്വഭാവം മാറും, നാളത്തെ സ്വഭാവം മാറും. ഇതൊന്നും കണ്ട് നീ കുലുങ്ങല്ലേ. മാറേണ്ടവൻ മാറട്ടെ. അവൻ മാറിയാലും മാറാത്ത ഒരുവൻ നിനക്കുണ്ട്. എൻ്റെ യേശു വാക്കു മാറാത്തോ, എൻ്റെ യേശു വാക്കു മാറാത്തോ, എൻ്റെ യേശു വാക്കു മാറാത്തോ, എൻ്റെ യേശു വാക്കു മാറാത്തോ. ഈ മൺമാറും വിൺമാറും മർത്യരെല്ലാം വാക്കുമാറും, എൻ്റെ യേശു വാക്കു മാറാത്തോ. ഈ മൺമാറും വിൺമാറും മർത്യരെല്ലാം വാക്കുമാറും, എൻ്റെ യേശു വാക്കു മാറാത്തോ. പ്രൈസ് ഗോഡ്. അപ്പോൾ യേശു എന്ത് ചെയ്യത്തില്ല? വാക്ക് മാറത്തില്ല. യഹോവയിൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? 18 വീണ്ടും പറയുന്നു, പ്രൈസ് ഗോഡ്, ഞാൻ സർവശക്തിയുള്ള. നീ ഒരൊറ്റ കാര്യം ചെയ്ത, എന്ത് ചെയ്താ? നീ എൻ്റെ മുമ്പിൽ, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കണം. ദൈവമക്കളെ, ഇതാണ് പോയത്. നിഷ്കളങ്കത്വം പോയി. എല്ലാത്തിനും പ്രൈസ് ഗോഡ് റീഡിങ് ബിറ്റ്വീൻ ലൈൻസ്. പെന്തിക്കോസ്തുകാരുടെ ഒരു കുഴപ്പം അതാണ്. വാക്യം വായിച്ചിട്ട് എൻ്റെ ഇടയ്ക്കുള്ളത് വായിക്കും, പറയുന്നത് കേട്ടാൽ എൻ്റെ ഇടയ്ക്കുള്ളത് വായിക്കും. നിഷ്കളങ്കത്വം നഷ്ടപ്പെടാതെ ഒരു നിഷ്കളങ്ക നിർമ്മല മനസാക്ഷിയോടുകൂടി
ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ദൈവവചനം ഏറ്റെടുത്തിട്ട് നമ്മുടെ അഹങ്കാരവും നമ്മുടെ തണ്ടും നമ്മുടെ അറിവും നമ്മുടെ ഡിഗ്രിയും നമ്മുടെ ഡോക്ടറേറ്റും നമ്മുടെ പണത്തിൻ്റെ വലിപ്പവും കാലഘട്ടത്തിൻ്റെ വലിപ്പവും കുടുംബത്തിൻ്റെ പാരമ്പര്യവും എല്ലാം അങ്ങോട്ട് താഴ്ത്തു വച്ചിട്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ യേശുവിൻ്റെ വചനം ഏറ്റെടുക്കാൻ ഇന്ന് പകൽക്കാലം നിനക്ക് സാധിക്കുമെങ്കിൽ നീ മടങ്ങി ചെല്ലുമ്പോൾ നിന്റെ വീട്ടിനകത്ത് അത്ഭുതം ചെയ്യാൻ ഈ യേശു മതിയായവൻ, നിന്റെ കുടുംബത്തിൽ അത്ഭുതം ചെയ്യുവാൻ ഈ യേശു മതിയായവൻ. മനസ്സിലായോ? ഹല്ലേലൂയ. ഇന്ന് 12 ഇച്ചിരി കയറി പോകും കേട്ടോ, ഇച്ചിരി കയറി പോകും. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഇന്നൊരു 2-1 കണ്ടേ പോകാവൂ, 2-1 കണ്ടേ പോകാവൂ. ഇത് 4-ാം ദിവസമാണ്. നാറ്റം വെച്ച വിഷയങ്ങളുമായി ചിലർ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇത് 4-ാം ദിവസമാണ്. മരിച്ച ചില വിഷയങ്ങളുമായി ചിലർ വന്നിട്ടുണ്ട്. ഇത് 4-ാം ദിവസമാണ്. കെട്ടപ്പെട്ട വിഷയവുമായി ചിലർ വന്നിട്ടുണ്ട്. ഇത് 4-ാം ദിവസമാണ്. കല്ല് വെച്ച് അടച്ച ചില വിഷയങ്ങളുമായി ചിലർ വന്നിട്ടുണ്ട്. കല്ലുരുട്ടി മാറ്റണം, കെട്ടിയത് വെളിയിൽ വരണം, നിർജ്ജീവമായത് ജീവൻ പ്രാപിക്കണം, ചിലർ സൗഖ്യവും ചിലർ വിടുതലും പ്രാപിക്കണം. ആമേൻ. എന്ന് വെച്ച് ഞാൻ നിർബന്ധിച്ച് ആരെയും ഇരുത്തി. ചിലർ 12:30 ഇത് തീരുന്നത് കൊണ്ട് 12:30 കവലയിൽ നിന്നോ ഞാൻ വന്നോളാം എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒരു കുഴപ്പവുമില്ല, എഴുന്നേറ്റ് കവലയ്ക്ക് പൊക്കോ. 12:30 പോകാൻ എന്തെങ്കിലും താല്പര്യമുള്ളവർ, ആവശ്യമുള്ളവർ പൊക്കോ, ഒരു വഴക്കുമില്ല. അനുഗ്രഹം കുറയൊന്നും പേടിക്കണം, കിട്ടിയത് തന്നെ ധാരാളം മതി. ഇപ്പോൾ പോകണമെങ്കിൽ പോകാം, ഇല്ലെങ്കിൽ 1 മണി വരെ ഇരിക്കണം. 1 മണിക്ക് മുമ്പ് പോകേണ്ട ആരെങ്കിലും ഒന്ന് കൈവയ്ക്കുക. 1 മണിക്ക് മുമ്പ് ഇവിടുന്ന് പോകേണ്ട ആരെങ്കിലും ഒന്ന് കൈവയ്ക്കുക. ഞാൻ തമാശയായിട്ട് പറയില്ല, ഒന്നിനും പറയല്ല. നിങ്ങൾക്ക് 1 മണിക്ക് മുമ്പ് പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വല്ലയിടത്തും വല്ലതും പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ പോയേ പറ്റൂ. കാരണം ഇന്നൊരു ഹോളിഡേ ആണ്. പലതും ചിലപ്പോൾ നിങ്ങൾ ഫിക്സ് ചെയ്ത് കാണും. 12:30 ഇവിടെ നിർത്തുമെന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ 12:30 നിർത്താതെ 1 മണിക്ക് ഞാൻ നിർത്തുമ്പം അത്യാവശ്യം മുടങ്ങരുത്, അത്യാവശ്യക്കാർക്ക് പോകാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നീ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, എൻ്റെ മുമ്പിൽ നിന്ന് നിഷ്കളങ്കനായി നടക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന് സ്തോത്രം, വലിയ സർവശക്തനായ ദൈവം പ്രത്യക്ഷനായി. ഇനി 35:11 ദൈവം പിന്നെയും അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ സന്താന പുഷ്ടിയുള്ളവനായി പെരുകുക, ഒരു ജാതിയും ജാതികളുടെ കൂട്ടവും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നീ എന്ത് ചെയ്തോളാനാ പറഞ്ഞേ? പെരുകിക്കോളാൻ. പ്രൈസ് ഗോഡ്. എങ്ങനെ പെരുകിക്കോളാൻ? സന്താന പുഷ്ടി ഉള്ളവനായി പെരുകിക്കൊള്ളുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വാക്യം ഒന്നുകൂടെ വായിച്ചേ. ദൈവം പിന്നെയും അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ സന്താന പുഷ്ടിയുള്ളവനായി പെരുകുക, ഒരു ജാതിയും ജാതികളുടെ കൂട്ടവും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. എപ്പോഴാ പറഞ്ഞെന്ന് അറിയണമെങ്കിൽ 35:1. അനന്തരം ദൈവം യാക്കോബിനോട്, നീ പുറപ്പെട്ട് ബേഥേലിൽ ചെന്ന് പാർക്ക. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ദൈവവചന പ്രകാരം ഒരു പുറപ്പാടിന് തയ്യാറായിക്കോ. നിന്നെയും നിന്റെ സന്തതിയെയും ഐശ്വര്യമായി വർദ്ധിപ്പിക്കുകയും ഐശ്വര്യമായി അനുഗ്രഹിക്കുകയും ചെയ്യാമെന്ന് വാക്ക് പറഞ്ഞൊരു കർത്താവുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ, പ്രൈസ് ഗോഡ്, വാക്ക് പറഞ്ഞിട്ട് മാറുന്നവനല്ല, വാക്ക് പറഞ്ഞ് മാറുന്നവനല്ല, വാഗ്ദത്തം നിവർത്തിക്കുന്നവനാണ്. നീ പുറപ്പെട്ടാൽ 35:11 ഒന്നുകൂടെ ശ്രദ്ധിച്ച്. ദൈവം പിന്നെയും അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. നിന്റെ അപ്പൂപ്പനോട് പറഞ്ഞത് ഞാൻ നിന്നോട് പറയുന്നു. എന്തോ വെളിപ്പാട്? ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. അതുകൊണ്ട് എന്താ അർത്ഥം എന്നറിയാമോ? ഇനി ഈ ദൈവത്തെ വിട്ട് ഒരു സ്ഥലത്തും പോകേണ്ട കാര്യമില്ല. ഇവൻ സർവശക്തനായതുകൊണ്ട് നിന്റെ സർവ്വ പ്രശ്നത്തിനും ഇവൻ്റെ കയ്യിൽ മറുപടിയുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം സർവശക്തനായ ദൈവമേ, സർവ്വ പ്രശ്നങ്ങൾക്കും ആധാരമായവനെ, സർവ്വ പ്രശ്നങ്ങൾക്കും വിടുതൽ തരുന്നവനെ, ക്രൈസ്റ്റ് ഈസ് ദ ആൻസർ ഫോർ ഓൾ യുവർ പ്രോബ്ലം. അപ്പൊ അപ്പൂപ്പനും കൊച്ചുമോനും ഒരേ ദൈവം പ്രത്യക്ഷനായി. പ്രൈസ് ഗോഡ്. അപ്പൂപ്പനോട് പറഞ്ഞത് 12:1. അപ്പൂപ്പനോട് പറഞ്ഞത് 12:1. യഹോവ അബ്രാമിനോട് അരുളിച്ചെന്നാൽ, ഉൽപ്പത്തി പുസ്തകം കേട്ടോ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട്. കൊച്ചുമോനോട് പറഞ്ഞത്, പ്രൈസ് ഗോഡ്, പുറപ്പെട്ട്, അത് വായിച്ച് തീർത്തിട്ടാണ്, പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഇനി കൊച്ചുമോനോട് പറഞ്ഞതോ 35:1. അനന്തരം ദൈവം യാക്കോബിനോട്, നീ പുറപ്പെട്ട് ബേഥേലിൽ ചെന്ന് പാർക്ക,
എന്നിട്ട് നിന്റെ സഹോദരനായ ഏശാവിന്റെ മുമ്പിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു. ചാക്കോച്ച ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഉണക്കക്കമ്പുമായിട്ട് ഈ യോർദാൻ നദി കടന്ന് നീ ഓടിയില്ലേ? ഭൗതികമായ വിഷയങ്ങൾ നിന്നെ ഓടിച്ചില്ലേ? ഏശാവ് നിന്നെ ഓടിച്ചില്ലേ? ഒന്നുമില്ലാതെ ഓടേണ്ടി വന്നില്ലേ? എല്ലാം നഷ്ടപ്പെട്ടവനായി ഓടേണ്ടി വന്നില്ലേ? അനേകം പ്രൈസ് ലോർഡ് അസ്ഥിരതമായ, നിശ്ചയമില്ലാത്ത, അനിശ്ചിതമായ അവസ്ഥകൾ മുമ്പിൽ കണ്ടുകൊണ്ട് പ്രൈസ് ലോർഡ് ഓടേണ്ടി വന്നില്ലേ? ദൈവത്തിന് സ്തോത്രം. അവിടെയും നിന്നെ കൈവിടാതെ നിന്റെ അടുക്കൽ വന്ന ഒരുവനുണ്ട്. വേദപുസ്തകത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, മരുഭൂമിയിൽ ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശത്ത് പ്രൈസ് ഗോഡ് ഞാൻ നിന്നെ ചുറ്റി പരിപാലിച്ചു, കൺമണി പോലെ കാത്തു യാക്കോബേ. മരുഭൂമിയിൽ ഓളി കേൾക്കുന്ന ശൂന്യ പ്രദേശത്ത് കാട്ടുമൃഗങ്ങൾ നിന്നെ ചുറ്റും നടന്ന് നിന്നെ കടിച്ചു കീറാൻ സാധ്യതയുള്ള മരുഭൂമിയിൽ വെച്ച് നിന്നെ ചുറ്റി പരിപാലിച്ചത് ഞാനാണ്. അതിന്റെ താഴെ എഴുതി, യഹോവ തന്നെ അവനെ നടത്തി. യാക്കോബേ, യഹോവ തന്നെ അവനെ നടത്തി. അന്യ ദൈവങ്ങൾ അവന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം നിന്റെ ഘട്ടത്തിൽ, നിന്റെ പ്രയാസത്തിൽ, നിന്റെ പ്രതികൂലത്തിൽ നിന്റെ അടുക്കൽ വന്ന് നിന്നെ നടത്തിയ ശക്തനായ, സർവശക്തനായ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് ഇറാം അല്ലേ? യാക്കോബ് മറന്നില്ല. എനിക്ക് സൗഖ്യം വന്നപ്പോൾ, ഞാൻ 2 കൂട്ടമായി തീർന്നപ്പോൾ യാക്കോബ് പറഞ്ഞു, കർത്താവേ, ഞാനൊരു വടിയോടുകൂടെയാണ് ഈ യോർദാൻ കടന്നത്. ഇപ്പോൾ നീ എന്നെ അനുഗ്രഹിച്ച് 2 കൂട്ടമായി ഞങ്ങൾ തീർന്നു. പക്ഷേ ഇനി അങ്ങനെ കൂട്ടമായിട്ട് തീർന്ന് നശിക്കാനല്ല, കൂട്ടമായിട്ട് നിന്നെ ആരാധിക്കാൻ, ഞങ്ങൾ കുടുംബമായി നിന്നെ ആരാധിക്കാൻ. ദൈവത്തിൻ്റെ പൈതലെ, ദൈവത്തിൽ നിന്ന് വല്ലതും പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ നീ പുറകോട്ട് പോയി നശിക്കാനല്ല, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ. ദൈവം ദുഃഖിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന നമ്മളെ ഓർത്തല്ല, മറ്റു പലരെയും ഓർത്ത് ഞാൻ വിചാരിക്കട്ടെ. എന്തുകൊണ്ട് ദൈവം ദുഃഖിക്കുന്നു? നീ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ട് ഒരു ആരാധനയ്ക്ക് നിനക്ക് മനസ്സില്ല, ഒരു പ്രാർത്ഥനയ്ക്ക് നിനക്ക് മനസ്സില്ല, വേദപുസ്തകം വായിക്കാൻ മനസ്സില്ല, ഉപവസിക്കാൻ മനസ്സില്ല, യോഗത്തിന് പോകാൻ മനസ്സില്ല, ആരാധനയ്ക്ക് പോകാൻ മനസ്സില്ല. ദൈവികമായ കാര്യങ്ങളിൽ ഒരു മടുപ്പോടുകൂടി വേണ്ടാവർത്തിച്ച് വല്ലവനും വേണ്ടി ഒരു സ്തോത്രം, വല്ലവനും വേണ്ടി ഒരു കൈപൊക്കല്, വല്ലവനും വേണ്ടി ഒരു ഹല്ലേലൂയ, വല്ലവനും വേണ്ടി ഒരു കയ്യടി നിനക്ക് ഇന്ന് പകൽക്കാലം ഗ്രഹിക്കാമെങ്കിൽ ഗ്രഹിക്ക്. യേശുവിൻ്റെ നാമത്തിൽ യേശുവിനെ ആരാധിക്കാൻ പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ അവനെ ആരാധിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്വർഗത്തിലെ ദൈവമുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ദൈവം ചെയ്ത നന്മകളെ ഓർത്താൽ, ദൈവം വിടുവിച്ച വിധങ്ങളെ ഓർത്താൽ, അനാഥമാകേണ്ട പല വിഷയങ്ങളിൽ ദൈവം നടത്തിയ വിധങ്ങളെ ഓർക്കുമ്പോൾ കരങ്ങൾ ഉയർത്തി ഒരു സ്തോത്രം പറയാതെ എങ്ങനെ ഇരിക്കും? പ്രൈസ് ഗോഡ്. അർഹിക്കാത്ത നന്മകളെ എനിക്കേകിയോ ദയാനിധേ, അർഹിക്കാത്ത നന്മകളെ എനിക്കേകിടും ദയാനിധേ, യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനെ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനെ സ്തുതി. നന്ദിയാ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കാ നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. പ്രൈസ് ഗോഡ്. പാടിയ കൊള്ളാൻ താല്പര്യമുണ്ട്, സമയമില്ല. ദൈവമക്കളെ, ഞാൻ അറിയാത്ത സ്ഥാനത്ത്, ഞാൻ ദൈവത്തെ മറുതലിച്ച് നടന്ന സ്ഥാനത്ത് എന്നെ കാത്തുപാലിച്ച ദൈവ സ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഇനി ദൈവത്തെ അറിഞ്ഞ ശേഷമോ അപ്പോഴും കാത്തുപാലിക്കുന്ന ദൈവ സ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്.
പക്ഷെ നമുക്കൊരു കുഴപ്പമുണ്ട്. കഷ്ടം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ നമ്മൾ ചോദിക്കും, കർത്താവേ നീ എൻ്റെ കൂടെ ഇല്ലേ, നീ എൻ്റെ കൂടെ ഇല്ലേ, നീ എൻ്റെ കൂടെ ഇല്ലേ, ഞാൻ ഒറ്റയ്ക്ക് ഈ കഷ്ടത്തിൽ കൂടെ കടന്നു പോകണമോ? ഒരാൾ ഇതുപോലെ പ്രാർത്ഥിച്ചു, കർത്താവേ നീ എൻ്റെ കൂടെ ഇല്ലേ, ഞാൻ ഒറ്റയ്ക്ക് കടന്നു പോകണമോ, ഞാൻ ഒറ്റയ്ക്ക് കടന്നു പോകണമോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അന്ന് രാത്രി അദ്ദേഹത്തെ ദൈവം ഒരു സ്വപ്നം കാണിച്ചു, ഒരു ദർശനം കാണിച്ചു. ആ ദർശനം ഇങ്ങനെയാണ്: ഒരു കടൽ തീരത്ത് നല്ല വെള്ളം ഇങ്ങോട്ട് കയറിയിട്ട് നല്ല മാർബിൾ പോളിഷ് ചെയ്തതുപോലെ മണൽ കിടക്കുന്ന സ്ഥലത്ത്, പ്രൈസ് ഗോഡ്, യേശുവും ഈ വ്യക്തിയും കൂടി ഇങ്ങനെ നടന്ന് പോവുക. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പം ഈ മണലിൽ കൂടെ നടന്ന കാലിൻ്റെ പാദമുണ്ടാകും. 4 കാലിൻ്റെ പാദം ഇങ്ങനെ കാണിച്ച് കൊണ്ടുപോയി. പിന്നെ കാണുന്നത് യേശുവിനെ ഇവനെയും കാണുന്നില്ല. പിന്നെ കാണുന്നത് ഒരാളുടെ കാലടിയാണ്, 2 കാലടിയെ കാണുന്നുള്ളൂ. അദ്ദേഹത്തിന് വ്യാഖ്യാനം കിട്ടി, കർത്താവ് എൻ്റെ സുഖകാലത്ത് എൻ്റെ കൂടെ നടന്നു, കഷ്ടം വന്നപ്പം ഞാൻ ഒറ്റയ്ക്ക്, വെളിപ്പാട് കറക്റ്റാണ്, ഞാൻ ഒറ്റയ്ക്ക് നടന്നു പോവുക. കരഞ്ഞ് കൂവി, കർത്താവേ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സന്തോഷമുള്ളപ്പോൾ നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, നിനക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു. ഞാൻ കണ്ടു. എന്തോ കണ്ടു? 4 കാലുകൾ ഞാൻ കണ്ടു. പ്രൈസ് ഗോഡ്. പിന്നെ നീ എന്നാ കണ്ടു? പിന്നെ ഞാൻ കാണുന്നത് സന്തോഷമില്ലാതെ എൻ്റെ കഷ്ടം വന്നപ്പോൾ നീ എൻ്റെ കൂടെ വന്നില്ല, അത് ഞാൻ കണ്ടു. നീ എങ്ങനെ കണ്ടെന്ന് ചോദിച്ചു. ഞാൻ 2 കാലേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, എടാ മണ്ട, നീ കണ്ട കാല് നിൻ്റെ അല്ല, എൻ്റെ ആയിരുന്നു, നീ എൻ്റെ കയ്യിലായിരുന്നെന്ന്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ കരങ്ങളിൽ, യേശുവിൻ്റെ കരങ്ങളിൽ നീ ആയിരിക്കുന്ന അവസ്ഥയെ ഓർത്ത് സ്തോത്രം ചെയ്ത് ആരാധിക്ക്. കഷ്ടം വരുമ്പോൾ കൈവിടുന്ന ദൈവമല്ല, തകർത്ത് കളയുന്ന ദൈവമല്ല, മുടിച്ചു കളയുന്ന ദൈവമല്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ബലപ്പെടുവാൻ എത്ര പേർക്ക് സാധിക്കും? കഷ്ടങ്ങളിലും പതറിയിടല്ലേ, കണ്ണുനീരിലും കലങ്ങിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീയെന്നും എന്റേതാണേ, ഞാനെന്നും നിന്റെ ദൈവം, നീയെന്നും എന്റേതാണേ. കഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീയെന്നും എന്റേതാണേ. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. അതുകൊണ്ട് നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീയെന്നും എന്റേതാണേ, ഞാനെന്നും നിന്റെ ദൈവം, നീയെന്നും എന്റേതാണേ. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീയെന്നും എന്റേതാണേ, ഞാനെന്നും നിന്റെ ദൈവം, നീയെന്നും എന്റേതാണേ. അപ്പം ഞാൻ ആരുടെ വകയാ? ഒന്ന് ഉറക്കെ പറയാമോ? ഞാൻ ആരുടെ വകയാണ്? നീ യേശുവിൻ്റെ വകയാണെങ്കിൽ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തി നിന്റെ വിഷയത്തിന്മേൽ നിനക്ക് വേണ്ടി വ്യാപരിച്ചേ പറ്റൂ. യേശുവിൻ്റെ വകയാണെങ്കിൽ ഞാൻ ഒരു ഉദാഹരണം പറയാറുണ്ട്. പ്രൈസ് ഗോഡ്. ഞാനൊരിക്കൽ കണ്ട കാര്യമാണ്. മഹമ്മൂദ് ക്രോക്കറീസ് എന്ന് പറഞ്ഞൊരു പാത്രക്കട ഇവിടെ ഉണ്ട്. പിഞ്ഞാണികളും കപ്പും ഒക്കെ വിൽക്കുന്നു. ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മഹമ്മൂദ് ക്രോക്കറീസ് ഉണ്ടോ?
ഞാൻ പണ്ട് ഒരിക്കൽ ചെന്ന് കടയിൽ കയറാൻ ഒരു സാധനം മേടിക്കാൻ കയറിയതാണ്. അങ്ങനെ മേടിക്കാൻ കയറിയപ്പം പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ഇങ്ങനെ ആരും ചെല്ലാത്തൊരു മൂലയിലൊരു സാധനം നോക്കാനായിട്ട് ചെന്നപ്പോൾ ഉണ്ടറാ, ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. എൻ്റെ കൂടെ പണിക്കാരനുണ്ട്, ഒരു സാധനം കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്. ഞാനങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ ഇരുന്നൊരു പാത്രത്തിന് ജീവനുള്ള പോലെ ഒരു ഫ്ലാസ്കാണ്, തെർമോസ് ഫ്ലാസ്കാണ്. അതിങ്ങ് താഴോട്ട് വീഴുന്നു. ഇപ്പോഴത്തെ സ്റ്റീലിൻ്റെ അല്ല, ചില്ലിൻ്റെയാണ്. അതിങ്ങ് താഴോട്ട് വീഴുന്നു. ഞാൻ നോക്കുമ്പോൾ എന്നേക്കാൾ വേഗത്തിൽ പണിക്കാരനും ഓടി, ഞാനും ഓടി. ഈ സാധനം താഴെ വീണ് പൊട്ടിയും പോയി. അതിൻ്റെ പുറകിലുണ്ട് ഒരു എലി ഇരിപ്പുണ്ടായിരുന്നു. ആൾ ചെല്ലുന്നുണ്ടപ്പോൾ അതനങ്ങി ഫ്ലാസ്ക് താഴോട്ട് വീണതാണ്. പോയി. ഞാനതൊന്ന് ആലോചിച്ചു. ഞാൻ പിറ്റേ ഞായറാഴ്ച പ്രസംഗത്തിൽ പറഞ്ഞു, ആ ഫ്ലാസ്ക് അവിടെ നിന്ന് താഴോട്ട് വീഴുമ്പം ഇവനും ഓടി, ഞാനും ഓടി. കാരണം എന്നാ, മുതൽ മുടക്കിയത് അവനുമല്ല ഞാനുമല്ല. ഇനി ഞാൻ അതേ ഫ്ലാസ്ക് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് വച്ചിട്ട് അത് താഴോട്ട് വരികയാണെങ്കിൽ ഞാൻ എന്തോ ചെയ്യും? ചാടിപ്പിടിക്കും. കാരണം ഞാൻ മുതൽ മുടക്കിയ ഉടമസ്ഥനാണ്. നീ യേശുവിൻ്റെ വകയാണെങ്കിൽ നിനക്ക് വേണ്ടി മുതൽ മുടക്കിയിട്ടുണ്ടെങ്കിൽ നീ വീഴുന്ന കണ്ടാൽ നോക്കി നിൽക്കുന്നവനല്ല ചാടിപ്പിടിക്കും. തൻ്റെ ജീവനെ കൂടെ പകച്ചുകൊണ്ട്, സ്വന്തം ജീവനെ പകച്ചുകൊണ്ട് നിന്റെ ജീവനെ രക്ഷിക്കാൻ, നിന്റെ നാശം മാറ്റാൻ, നിത്യനരകത്തിൽ നിന്നെ വിടുവിക്കാൻ, ആകാശമേഘങ്ങളിൽ നിന്ന്, ആകാശത്തിൻ്റെ ഉന്നതികളിൽ നിന്ന്, സ്വർഗ ഉന്നതികളിൽ നിന്ന് താഴേക്ക് വീണ് ചാടി വന്നവനാണ് യേശു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവനെന്നും ഞാനെന്നും അവൻ്റേതാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഇന്ന് മുഖത്തിൻ്റെ വാട്ടം മാറ്റി, ഭാരം മാറ്റി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം. എന്തിനെന്നറിയാമോ? ഇനി ഞാൻ ഒരുവനെ കണ്ടെത്തി, യേശുവിലൻ തോഴനെ കണ്ടെത്തി. ആ പാട്ടിൻ്റെ ഒരു വരി മാത്രം അറിയാമെങ്കിൽ പെട്ടെന്ന് പാടിക്കരുത്. ഷാജ, പ്രിപ്പറേഷൻ ഒന്നും വേണ്ട, പെട്ടെന്ന് പാടിക്കരുത്. യേശുവിലൻ തോഴനെ കണ്ടേ എനിക്കെല്ലാമായവനേ, പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ, ശാരോനിൻ പനിനീർ പുഷ്പം അവനെ ഞാൻ കണ്ടെത്തിയേ, പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ, തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നു, എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റതാ, ശാരോനിൻ പനിനീർ പുഷ്പം അവനെ ഞാൻ കണ്ടെത്തിയേ, പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ. കണ്ടുമുട്ടിയിട്ടുണ്ടോ? സന്തോഷമാണോ? വേദന മാറിയോ? ദുഃഖം മാറിയോ? പ്രയാസം മാറിയോ? എൻ്റെ വേദന മാറ്റുവാൻ, എൻ്റെ കണ്ണുനീരൊപ്പുവാൻ കഴിവുള്ള സർവശക്തനായ അബ്രഹാമിന് വെളിപ്പെട്ട, യാക്കോബിന് വെളിപ്പെട്ട, ഇസഹാക്കിന് വെളിപ്പെട്ട സർവശക്തനായ ദൈവത്തെ ഞാൻ കണ്ടുമുട്ടി. അപ്പം അപ്പനോട് പറഞ്ഞത് കൊച്ചുമോനോടും പറഞ്ഞു. രണ്ടുപേരും അനുസരിച്ച്, രണ്ടുപേരും അനുഗ്രഹിക്കപ്പെട്ടു. മനസ്സിലായോ? പ്രൈസ് ഗോഡ്. ഇനി പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം 3-ാം വാക്യം. ഞാൻ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷനായി. ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷനായി. ചുമ്മാതല്ല ഇവരൊക്കെ കർത്താവിനെ പിൻപറ്റിയത്. ആ വെളിപ്പാട് വേണം. നിന്റെ ദൈവം ആരാണ്? നിന്റെ ദൈവം ആരാണ് ദൈവം? ഒന്ന് ഉറക്കെ പറഞ്ഞേ. പിന്നെ എന്നാ കുഴപ്പം? സർവശക്തനാണ് എൻ്റെ ഉടമസ്ഥനെങ്കിൽ പിന്നെ എന്താ കുഴപ്പം? ഇന്ന് പകൽക്കാലം വാട്ടങ്ങൾ മാറട്ടെ, മടുപ്പുകൾ മാറട്ടെ, നിരാശകൾ മാറട്ടെ, ഭയങ്ങൾ മാറട്ടെ. ഹല്ലേലൂയ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ മടുപ്പുകളും, എല്ലാ നിരാശയും, എല്ലാ വാട്ടങ്ങളും വിട്ടു മാറട്ടെ. നിനക്കൊരു ഉടയവനുണ്ട്, അവൻ സർവശക്തനാണ്. ഹല്ലേലൂയ.
പ്രൈസ് ദി ലോർഡ്. അപ്പം ആ ദൈവത്തിൻ്റെ വെളിപ്പാട് ദൈവസന്നിധിയിൽ നിന്ന് നേരിട്ട് അബ്രഹാം പ്രാപിച്ചു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ അബ്രഹാം പ്രാപിച്ചിട്ട് ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, സർവശക്തിയുള്ള ദൈവമായിട്ട് ഈ 17-ാം അധ്യായത്തിൽ എന്തിനാ സർവശക്തിയുള്ള ദൈവമായിട്ട് ദൈവം പ്രഖ്യാപിച്ചെന്നറിയാമോ? 16-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ 2 വാക്യമാണ് കാരണം. 16-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ 2 വാക്യങ്ങൾ. പിന്നെ ഹാഗാർ അബ്രാമിന് ഒരു മകനെ പ്രസവിച്ചു. ഹാഗാർ പ്രസവിച്ച തന്റെ മകന് അബ്രാം ഇസ്മായേൽ എന്ന് പേരിട്ടു. ഹാഗാർ അബ്രാമിന് ഇസ്മായേലിനെ പ്രസവിച്ചപ്പോൾ അബ്രാമിന് 86 വയസ്സായിരുന്നു. ഹാഗാർ അബ്രാമിന് ഇസ്മായേലിനെ പ്രസവിച്ചപ്പോൾ അബ്രഹാമിന് 86 വയസ്സ്. ദൈവ വിളി കേട്ടിറങ്ങിയതിൻ്റെ 11-ാം വർഷം. പ്രൈസ് ഗോഡ്. പക്ഷേ ഹാഗാർ, ആ വാക്യം അതിൻ്റെ മുകളിലത്തെ വാക്യം ഞാൻ പിന്നെ ഹാഗാർ അബ്രാമിന് ഒരു മകനെ പ്രസവിച്ചു. ഹാഗാർ പ്രസവിച്ച തന്റെ മകന് അബ്രാം ഇസ്മായേൽ എന്ന് പേരിട്ടു. അബ്രാമിന് മകൻ കിട്ടിയോ ഇല്ലയോ? പറ. അബ്രാമിന് മകനെ കിട്ടിയോ ഇല്ലയോ? എഴുതിയേക്കത് വായിച്ചിട്ട് പറഞ്ഞാൽ മതി. നിങ്ങൾ വെറുതെ, ഞാൻ ഈ പെന്തിക്കോസ്തുകാരൻ്റെ കുഴപ്പം ഇതിൻ്റെ ഇടയ്ക്ക് വായിക്കും. ഇതാ കുഴപ്പം. അബ്രഹാമിന് മോനെ കിട്ടിയോ ഇല്ലയോ? ഈ വചനപ്രകാരം കിട്ടിയോ ഇല്ലയോ? പക്ഷെ അബ്രഹാം തൃപ്തനല്ല. പ്രൈസ് ഗോഡ്. കാരണം എന്നാണെന്നറിയാമോ? ഹല്ലേലൂയ. അബ്രഹാമിന് ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു 15-ാം അധ്യായത്തിൽ. ആ 15-ാമത്തെ കംപ്ലൈൻറ്റ് എന്നറിയാമോ? 15-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. അതിനുശേഷം അബ്രാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ, അബ്രാമേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. അതിന് അബ്രാം, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്ത് തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. കർത്താവ് പറഞ്ഞെന്താ? ഞാൻ നിന്റെ പ്രതിഫലവും നിന്റെ അതിമഹത്തായ പരിചയം, അതിമഹത്തായ അബ്രഹാം മനസ്സിൽ പറഞ്ഞാണ്, കർത്താവ് നിന്റെ ചക്ക വാങ്ങിയൊന്നും എനിക്ക് വേണ്ട. എൻ്റെ വിഷയം അതല്ല. എൻ്റെ വിഷയം പരിചയമില്ലാഴികയല്ല. എൻ്റെ വിഷയം പ്രതിഫലം കിട്ടാഴികയല്ല. എനിക്ക് മക്കളില്ല. നീ വിഷയത്തിലോട്ട് പറ വല്ലതും. ഇന്ന് പകൽക്കാലം നിൻ്റെ ഉള്ള വിഷയത്തെ തൊട്ട് സംസാരിച്ചത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ചിലതൊക്കെ നടക്കാൻ പോകുകയാണ്. നിൻ്റെ വിഷയം നിൻ്റെ തലമുറയുടെ വിഷയമാണോ? കുടുംബത്തിൻ്റെ വിഷയമാണോ? ജോലിയുടെ വിഷയമാണോ? ധനത്തിൻ്റെ വിഷയമാണോ? വീടിൻ്റെ വിഷയമാണോ? എനിക്കറിയത്തില്ല. എന്നോട് എൻ്റെ ദൈവം തൊട്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നെങ്കിൽ കരം ഉയർത്തി ഒരു സ്തോത്രം പറഞ്ഞാട്ട്. അബ്രാമേ, കർത്താവ് നീ വേറൊന്നും പറയണ്ട, എനിക്ക് പ്രതിഫലം വേണ്ട, ഞാൻ സോദോം രാജാവിൻ്റെ വിട്ടുപോയതിന് എന്നെ ആശ്വസിപ്പിക്കാമെന്ന് പറയണ്ട. അതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ മേളിൽ വായിക്കുന്നുണ്ട്, സോദോം രാജാവ് അബ്രാമിനെ സമ്പന്നനാക്കിയത് പറയാതിരിക്കാൻ എനിക്കൊരു ഷൂലേസ് പോലും വേണ്ട, പണമെല്ലാം മടക്കി കൊടുത്തിട്ട് വരുന്ന വഴിക്ക് എനിക്ക് കാശ് തന്ന് എന്നെ സന്തോഷിപ്പിക്കാൻ നോക്കണ്ട. എൻ്റെ വിഷയം കാശല്ല, ഞാനത് വിട്ടേച്ചോ വരുന്നത്. എൻ്റെ വിഷയം നാടല്ല, ഞാനത് വിട്ടേച്ചോ വരുന്നത്. എൻ്റെ വിഷയം വീടല്ല, ഞാനത് വിട്ടേച്ചോ വരുന്നത്. എൻ്റെ വിഷയം ബന്ധുക്കളും മിത്രങ്ങളും ചാർച്ചക്കാരുമല്ല, ഞാനത് വിട്ടേച്ചോ വരുന്നത്. എൻ്റെ വിഷയം എനിക്കൊരു തലമുറയില്ല. മനസ്സിലായോ? അടുത്ത വാക്യം. ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ, എന്റെ അവകാശി ദമ്മേശേക്കുകാരനായ ഈ എലിയേസർ അത്രേ എന്ന് പറഞ്ഞു. അവകാശി ദമ്മേശേക്കുകാരനായ ഈ എലിയേസർ. ആരാ? ദാസനാ. അപ്പൊ എൻ്റെ അവകാശി ആരാ? ദമ്മേശേക്കുകാരനായ ദാസൻ അല്ലേ? സംശയമുണ്ട്. എലിയാസറിന് അവകാശം കിട്ടിയാൽ അവകാശി ആരാ? ദമ്മേശേക്കുകാരനായ ദാസന് പോകും സകല സ്വത്തും. എന്നീ പ്രൈസ് ഗോഡ്. 16-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിച്ചേ. അബ്രാമിന്റെ ഭാര്യയായ സാറായി മക്കളെ പ്രസവിച്ചിരുന്നില്ല. എന്നാൽ അവൾക്ക് ഹാഗാർ എന്ന പേരുള്ള ഒരു മിസ്രൈമ്യ ദാസി ഉണ്ടായിരുന്നു. ഹാഗാർ ആരാ? വെറും ദാസിയല്ല. എന്തോ ഈ മുഴുവൻ കേൾക്കത്തന്നെ. മിസ്രൈമ്യ ദാസി. ദമ്മേശേക്കുകാരനായ എലയാസർ ആരാ? ദമ്മേശേക്കുകാരനായ ദാസൻ. ഹാഗാർ ആരാ? മിസ്രൈമ്യയായ ദാസി. മിസ്രൈമ്യയായ ദാസിയുടെ മോൻ സ്വത്ത് കൊണ്ടുപോകുന്നതും ദമ്മേശേക്കുകാരനായ എലയാസർ കൊണ്ടുപോകുന്നതിലും വല്ല വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസമൊന്നുമില്ല.
അബ്രഹാമിന് മനസ്സിലായി ഈ സബ്സ്റ്റിറ്റ്യൂട്ട് എൻ്റെ പെണ്ണുമ്പിള്ളയുടെ കുഴപ്പം കൊണ്ടാണെങ്കിലും വേണ്ടുകയില്ല. ആ വാക്ക് കേൾക്കാൻ പോയതാ പ്രശ്നമായത്, ഇപ്പോഴും പ്രശ്നമാണ്. അതുകൊണ്ടാണെങ്കിലും വേണ്ടുകയില്ല. കർത്താവേ, എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് വേണ്ട, എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് വേണ്ട, എനിക്ക് ഒറിജിനൽ തരണം, എനിക്ക് ഒറിജിനൽ തരണം. ഇന്ന് പകൽക്കാലം ദൈവം നിനക്ക് തരുമ്പോൾ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ആമേൻ. ദമ്മശേക്കുകാരനായ എലയാസറാണ് എൻ്റെ സ്വത്ത് കൊണ്ടുപോകാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞപ്പം നീ എനിക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം എനിക്ക് വേണം. 15-ാം അധ്യായത്തിൻ്റെ ദമ്മശേക്കുകാരൻ എലിയാസർ അത്ര എന്നുള്ള താഴോട്ട് വായിച്ചേ. അടുത്തത്, നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല, നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല, എന്റെ വീട്ടിൽ ജനിച്ച ദാസൻ, എൻ്റെ വീട്ടിൽ ജനിച്ച ദാസൻ എന്റെ അവകാശിയാകുന്നു എന്നും അബ്രാം അടുത്ത പറഞ്ഞു. വാക്യം, അവൻ നിന്റെ അവകാശിയാകയില്ല. കർത്താവ് പറഞ്ഞു, അവൻ നിന്റെ അവകാശി ആകയില്ല, ആകത്തില്ല. പിന്നെ ആരാകും? നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ. നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ. അപ്പൊ എന്നാ ഹാഗാറിന്റെ ഉദരം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, അബ്രഹാമിന്റെ ഉദരം അല്ലേ? ഉൽപ്പത്തി പുസ്തകം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, 1-ാം അധ്യായം, ദൈവത്തിന് സ്തോത്രം, 2-ാം അധ്യായം, 2-ാം അധ്യായം 24-ാം വാക്യം, അല്ല 23 തൊട്ട്, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 23 തൊട്ട്. അപ്പോൾ മനുഷ്യൻ, ഇതിപ്പോൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും, ഇതിന് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നത് ആരെ കുറിച്ചാ പറഞ്ഞത്? ഹൗവ ആരാന്നേ? ഇത്ര അത് പറയാൻ എത്ര ബുദ്ധിമുട്ടെന്നാ. ഇത് പറഞ്ഞത് ഹൗവയെ കുറിച്ച്, തൻ്റെ ഭാര്യയെ കുറിച്ചാണ്. ഇവൾ ആരാ? അസ്ഥിയിൽ നിന്ന് മാംസത്തിൽ നിന്ന്. ഭാര്യ ഭർത്താവിൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമാണ്. അടുത്ത വായിച്ചേ. ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കിയാൽ ഇവൾക്ക് നാരി എന്ന് പേരാകുമെന്ന് പറഞ്ഞു. എന്നിട്ട് അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടു പിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. അടുത്ത വാക്യം, അവർ ഏകദേഹമായി തീരും. അവർ ഏകദേഹമായി തീരും. അങ്ങനത്തെ വാക്യം കിടക്കുമ്പോൾ നിന്റെ ഉദരത്തിൽ നിന്ന് ജനിച്ചവൻ അവകാശിയാകുമെന്ന് പറഞ്ഞ മിസ്രൈമി ദാസിയുടെ ഉദരത്തിൽ ജനിച്ചത് കൊണ്ട് നടക്കത്തില്ല. അബ്രഹാമിൻ്റെ തലയാകുന്ന, അബ്രഹാമിൻ്റെ ശരീരമായിരിക്കുന്ന സാറായിയുടെ ഉദരത്തിൽ നിന്ന് വാഗ്ദത്ത സന്തതി വന്നെങ്കിൽ മാത്രമേ പ്രവചനം നിവൃത്തിയാകത്തുള്ളൂ. അബ്രഹാമിന് മനസ്സിലായി, ഇസ്മായേൽ വന്നതുകൊണ്ട് എനിക്ക് തൃപ്തിയായില്ല. എൻ്റെ കർത്താവ് 15-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദമ്മശേക്കുകാരൻ അവകാശിയാകത്തില്ല, നിന്റെ ഉദരത്തിൽ ജനിച്ച മകൻ അവകാശമാകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തൃപ്തിയാകണമെങ്കിൽ ഇതുകൊണ്ടൊന്നും എനിക്ക് തൃപ്തിയില്ല. സാറാ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കണം. ആമേൻ. ഇതൊക്കെ കൂടെ മനസ്സിൽ കൂടെ പോയത് കൊണ്ടായിരിക്കും. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. 18-ാം അധ്യായത്തിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമ്മൾ വായിച്ചത്. അബ്രാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം 17-ാം അധ്യായത്തിൽ ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, കർത്താവ് വ്യക്തമായി പ്രസംഗിച്ചു പറഞ്ഞു. 15-ാം വാക്യം, ദൈവം പിന്നെയും അബ്രഹാമിനോട്, നിന്റെ ഭാര്യയായ സാറായിയെ സാറായി എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേർ സാറ എന്നിരിക്കണം. നിന്റെ ഭാര്യയായ സാറായിയുടെ പേര് സാറ എന്നാക്കണം, ഒരക്ഷരം വെട്ടിക്കളയണം എന്നൊക്കെ പറയാറുണ്ട്. എന്തിലാവട്ടെ, ആയിക്കോട്ടെ, വായിച്ചാട്ടെ. ഞാൻ അവളെ അനുഗ്രഹിച്ച് അവളിൽ നിന്ന് നിനക്കൊരു മകനെ തരും. ഇന്നാളൊരു ഉപദേശി പറഞ്ഞു, ഈ സാറായി എന്നുള്ള പേരിന്റെ പുറകിൽ ഒരു വാലുണ്ടായിരുന്നു. ഈ സാറായി, കർത്താവ് ആ അവസാന വാഗ്ദത്തം കൊടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം തീരുമാനിച്ചു, ഇവളുടെ വാല് വെട്ടിയാലേ അനുഗ്രഹം പ്രാപിക്കത്തുള്ളൂ. നേരെ എന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, പ്രൈസ് ഗോഡ്. എന്നാലും ചിലതിൻ്റെയൊക്കെ വാല് വെട്ടിയാലേ ശരിയാകത്തുള്ളൂ എന്ന് എനിക്കറിയാം. പ്രൈസ് ഗോഡ്. പോട്ടെ, വായിച്ചാട്ടെ. ഞാൻ അവളെ അനുഗ്രഹിക്കുകയും അവൾ ജാതികൾക്ക് മാതാവായി തീരുകയും. ഞാൻ അവളെ അനുഗ്രഹിക്കുകയും അവൾക്ക് ജാതികൾക്ക് ആര് തീരും? സാറായി. അങ്ങനെയാണ് സാറായി പ്രസവിച്ചേ പറ്റൂ. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ സാറായി പ്രസവിച്ചേ പറ്റൂ. സാറായിക്കൊരു മകനുണ്ടായി. അതിൻ്റെ വാഗ്ദത്തം പ്രാപിച്ച്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. അതിൻ്റെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. 17-ാം അധ്യായത്തിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം, യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ?
ഒരാണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും. സാറയ്ക്ക് ഒരു മകനുണ്ടാകും എന്ന് അരുളി ചെയ്തു. 17:19 അവൻ്റെ പേര് വരെ പറഞ്ഞു കൊടുത്തു. അവൻ ഇസഹാക്ക് എന്ന് പേര് വിളിക്കണം. അങ്ങനെ പറഞ്ഞു കൊടുത്ത് സ്പഷ്ടമായ വിടുതലും കിട്ടിയ ശേഷമാണ് നമ്മൾ വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. 22-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് വായിച്ചേ. അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സൊദോമിലേക്ക് പോയി. അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. എന്തിനാ നിന്നെന്നറിയാമോ? താഴോട്ട് വായിക്കാം. അബ്രഹാം അടുത്തു ചെന്ന് പറഞ്ഞത്, ദുഷ്ടനോട് കൂടെ നീതിമാനെയും നീ സംഹരിക്കുമോ? ദുഷ്ടന് താഴെ അത് തന്നെയാണ്. നിന്നു എന്ന് കഴിഞ്ഞിട്ട് അതാണോ? ഓക്കെ. ഞാൻ സോദോം ഗൊമോറ നശിപ്പിക്കാനായിട്ട് പോവുകയാണ്. അവരുടെ നിലവിളി എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. ഇത് കേട്ട് അബ്രഹാമിനടുത്ത് പറയുന്ന വായിക്കാം. 20-ാം വാക്യം. പിന്നെ യഹോവ സൊദോമിന്റെയും ഗൊമോരയുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവുമാകുന്നു. ഞാൻ ചെന്ന് എന്റെ അടുക്കൽ വന്നെത്തിയ നിലവിളി പോലെ അവർ കേവലം പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ? ഞാൻ ചെന്ന് സോദോം ഗൊമോറ നശിപ്പിക്കുമെന്ന് മനസ്സിലായി. തമ്പുരാൻ ചെന്ന് നശിപ്പിക്കുമെന്ന് മനസ്സിലായി. ഉള്ളിൽ ഭാരം വന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു, ഭാരം, സുവിശേഷത്തിൻ്റെ ഭാരം, നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ഭാരമാണ്. അബ്രഹാം നിന്നു. അടുത്ത വാക്യം വായിച്ചേ. നിന്നു എന്നുള്ളത് വായിച്ചാൽ മതി. അബ്രഹാം അടുത്തു ചെന്ന് പറഞ്ഞത്, ദുഷ്ടനോടുകൂടെ നീതിമാനെയും നീ സംഹരിക്കുമോ? പക്ഷേ ആ പട്ടണത്തിൽ 50 നീതിമാന്മാർ ഉണ്ടെങ്കിൽ നീ അതിനെ സംഹരിക്കുമോ? അതിലെ 50 നീതിമാന്മാർ നിമിത്തം ആ സ്ഥലത്തോട് ക്ഷമിക്കുകയില്ലയോ? നിങ്ങൾ എത്ര ഡിപ്ലോമാറ്റിക് ആയിട്ട് അബ്രഹാം അവതരിക്കുന്നറിയാം. കർത്താവേ, ഒരു 50 നീതിമാന്മാർ ആ പട്ടണത്തിലുണ്ടെങ്കിൽ നീ ആ പട്ടണം നശിപ്പിക്കുമോ? അതിലെ 50 നീതിമാന്മാർ നിമിത്തം നീ ആ സ്ഥലത്തോടെ ക്ഷമിക്കുകയില്ലയോ? നോ എന്ന് പറയാൻ പറ്റാത്തതിലാണ് ക്വസ്റ്റ്യൻ ഇട്ട് കൊടുക്കുന്നത്. അടുത്ത വാക്യം. ഇങ്ങനെ നീ ഒരു നാളും ചെയ്യുന്നതല്ലോ. ഇങ്ങനെ നീ ഒരു നാളും ചെയ്യുന്നതല്ലോ. ആൻസർ നെഗറ്റീവ് വരരുത്, പോസിറ്റീവ് വരണം. ഒരു ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ നെഗറ്റീവ് കളയണം. അവനെ നശിപ്പിച്ച് കുരിയത്തറച്ച് പിന്നെ കെട്ടി താത്താനല്ല, അറബിക്കടലിൽ താത്താനല്ല, അവനെ താഴ്ന്നു കിടക്കുന്ന ചെളിയിൽ നിന്ന്, നാശകരമായ കുഴിയിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് വലിച്ചു പൊക്കിയെടുത്ത് അവനെ യേശുവിന് വേണ്ടി കാഴ്ചവെക്കുവാൻ, ജഡത്താൽ കറപിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് തീയിൽ നിന്ന് ചിലരെ വലിച്ചെടുത്ത് രക്ഷിക്കാൻ. തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കുമ്പോൾ വലിക്കുന്നവനെ കൈ പൊള്ളൂ അല്ലേ? ശരിയാണ്. നമ്മൾ ചിലരെ രക്ഷിക്കുന്നതിന് വേണ്ടി കൈ പൊള്ളിയിട്ടുണ്ട്. എൻ്റെ കൈ പൊള്ളിയിട്ടുണ്ട്. ചിലർക്ക് വേണ്ടിയൊക്കെ നിന്നിട്ട് എൻ്റെ കൈ പൊള്ളിയിട്ടുണ്ട്. അനവധി ആരോപണം ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, എൻ്റെ കൈ പൊള്ളിയാലും വേണ്ടുകയില്ല. ഒരുത്തൻ രക്ഷപ്പെടുമെങ്കിൽ അവനെ സ്വർഗരാജ്യത്തിന് അവകാശിയാക്കി മാറ്റാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ജീവനുള്ളിടത്തോളം കാലം അവരും ഇവരും എന്തോ പറഞ്ഞാലും പോയി പണി നോക്കാൻ പറയും. കാരണം സ്വർഗത്തിലെ ദൈവത്തിന് ഒരു ആത്മാവ് വിലയുള്ളതാണ്. ഇവിടെ വലത്ത് ഭാഗത്തിരിക്കുന്ന കള്ളനെ നിങ്ങൾ വല്ലവരുവാണെങ്കിൽ അവൻ പോകാൻ വിടുവോ? വിളിച്ച് താഴ്ത്തിടത്തില്ലേ? അവൻ എവിടെ സ്ഥാനപ്പെട്ടോ? അവൻ മാനസാന്തരപ്പെട്ടോ? അവൻ ഒരു ദിവസം ജീവിച്ച് കാണിച്ചോ? അവിടെ കിടന്നുകൊണ്ട് കർത്താവിനുണ്ട്, കർത്താവ് നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഒന്ന് കണ്ട്. എൻ്റെ ദൈവമക്കളെ, നിങ്ങൾ വിചാരിക്കുന്നതിനേക്കൊക്കെ കഷ്ടമാണ് സ്വർഗത്തിലെ കാര്യങ്ങൾ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. മുമ്പന്മാർ മുമ്പന്മാരുമാകും. മരണം വരെ വിശ്വസനായിരിക്കുന്നവനെ അവിടെ കാണത്തുള്ളൂ. സ്നാനപ്പെട്ടുകൊണ്ട് കാര്യമില്ല, പ്രസംഗിച്ചതുകൊണ്ട് കാര്യമില്ല, പാടിയതുകൊണ്ട് കാര്യമില്ല, അന്യഭാഷ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. മരണം വരെ ജീവപര്യന്ത വിശ്വസനായിരിക്കുക. എന്നാൽ നീ ജീവകിരീടം പ്രാപിക്കും. അവിടെ ബുദ്ധിമുട്ട്. അവസാന നിമിഷം ആര് സ്വർഗത്തിൽ പോകും, ആര് സ്വർഗത്തിൽ പോകുമെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, ജീവപര്യന്തം വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവൻ, മരണപര്യന്തം വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവൻ, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ലഭിച്ച അതിവിശുദ്ധ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവൻ പോയിരിക്കും. ഇത്ര എനിക്ക് പറയാൻ പറ്റും. കർത്താവ് പറഞ്ഞു മുമ്പന്മാർ ഇന്ന് കാണുന്ന വലിയ വ്യക്തികളൊന്നും ചിലപ്പോൾ അവിടെ കാണത്തില്ല. ഇന്ന് നമ്മൾ ഐറ്റിപ്പഴയായിട്ട് എഴുതി തള്ളിയവനൊക്കെ അവിടെ പ്രധാന സ്ഥാനത്ത് കാണും. അവിടെയാണ് കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്ന് പറഞ്ഞത്. കരച്ചിൽ എനിക്ക് പോകാൻ പറ്റിയില്ലല്ലോ, പല്ലുകടി ദേഷ്യം വന്നിട്ട്, ഇത് രണ്ടും കൂടെ വരും. പണ്ടൊരിക്കലും ഞാൻ ഒരു അച്ഛൻ പ്രസംഗിച്ചു, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അപ്പോൾ ഒരു വലിയ മരുന്ന് ചിരിക്കുക. എന്നാ അമ്മച്ചി ചിരിക്കുന്നത് ചോദിച്ചു. പറഞ്ഞു എൻ്റെ പല്ലില്ല എന്ന്. അച്ഛൻ വിട്ടില്ല, വെപ്പുവിൽ വെച്ച് കടിപ്പിക്കുമെന്ന് പറഞ്ഞു. വിടത്തില്ല ദൈവം. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഹല്ലേലൂയ. അബ്രഹാം അവിടെ തന്നെ നിന്നു. പോസിറ്റീവായിട്ടുള്ള ഉത്തരം വരണം. ചോദ്യം രണ്ടുവിധ ചോദ്യമുണ്ട്. ഇത് നെഗറ്റീവ് ഉത്തരം വരാതെ അടച്ചുകൊണ്ട്, പഴുതടച്ചുകൊണ്ട് നീ ഒരു നാളും ചെയ്യുന്നതല്ലോ. അടുത്തത്, നീതിമാൻ ദുഷ്ടനെ പോലെ ആകത്തക്കവണ്ണം ദുഷ്ടനോടുകൂടെ നീതിമാനെ നീ ഒരു നാളും കൊല്ലുകയില്ല. അങ്ങ് തീരുമാനിച്ചു.
ദുഷ്ടനോട് നീ നീതിമാനെ ഒരിക്കലും കൊല്ലത്തില്ല. പുള്ളി അങ്ങ് തീരുമാനിച്ചു. ആപ്പാടെ 2-3 പ്രാവശ്യം ഈ ദൈവത്തെ കണ്ടിട്ടേ ഉള്ളൂ. അബ്രഹാമിനറിയാം ഇങ്ങനെ അങ്ങോട്ട് കർത്താവിനോട് ഇട്ട് കൊടുത്താൽ എനിക്ക് ആവശ്യമുള്ള മറുപടി കിട്ടും. നിന്റെ പ്രാർത്ഥനയുടെ വാചകങ്ങൾ ശ്രദ്ധിച്ചോണേ, നിന്റെ പ്രാർത്ഥനയുടെ വാചകങ്ങൾ ശ്രദ്ധിച്ചോണേ, ദൈവത്തോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചോണേ, പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിച്ചോണേ. നിനക്ക് അനുകൂലമായൊരു മറുപടി കിട്ടത്തക്കവണ്ണം ദൈവത്തോട് സംസാരിക്കാൻ പഠിച്ചിട്ടുള്ളവർക്ക് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പോകട്ടെ, അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പോകട്ടെ. വിശ്വാസത്തോടെ എൻ്റെ ദൈവം എനിക്ക് നേരെ പൊൻചെങ്കോൽ നീട്ടും, എൻ്റെ നേരെ പൊൻചെങ്കോൽ നീട്ടും. ഈ പ്രാർത്ഥനയെ തന്നെ ഉപയോഗിക്കുന്ന വാക്കുകൾ വ്യത്യാസം ഉണ്ടാവും കേട്ടോ, മറുപടി കിട്ടണമെങ്കിൽ. വായിച്ചോ. സർവഭൂമിക്കും ന്യായാധിപതിയായവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമോ? ദൈവത്തിന് മറുപടി പറയാൻ പറ്റാത്ത വിധത്തിൽ മറുപടി. അടുത്ത വായിച്ചേ. അതിന് യഹോവ, ഞാൻ സൊദോമിൽ പട്ടണത്തിനകത്ത് 50 നീതിമാന്മാരെ കാണുന്നുവെങ്കിൽ അവരുടെ നിമിത്തം ആ സ്ഥലത്തോടൊക്കെയും ക്ഷമിക്കും എന്ന് അരുളി ചെയ്തു. മറുപടി കിട്ടിയോ? ഉദ്ദേശിച്ച മറുപടി കിട്ടിയോ? തൻ്റെ സ്വന്തം സഹോദരൻ ലോത്ത് പാർക്കുന്നത് കൊണ്ട് മാത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല ദൈവമക്കളെ, നിന്റെ സമസൃഷ്ടങ്ങളും സഹോദരങ്ങളും നശിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിനക്ക് എങ്ങനെ ദൈവസന്നിധിയിൽ കിട്ടിയ ഇസഹാക്കുമായിട്ട് പായസവും വെച്ച്, പാൽപ്പായസവും വെച്ച്, ബർത്ത്ഡേയും ഘോഷിച്ച്, കേക്കും മുറിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയും? ഇന്ന് പകൽക്കാലം കേക്ക് മുറിച്ചില്ലെങ്കിലും പായസം വച്ചില്ലെങ്കിലും നിനക്ക് നിൽക്കാൻ ഒരിടമുണ്ട് യഹോവയുടെ സന്നിധിയിൽ. എന്തിനു വേണ്ടി എന്നറിയാമോ? നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന, നശിച്ചുകൊണ്ടിരിക്കുന്ന, തീയും ഗന്ധകവും വീണ് നശിക്കാൻ പോകുന്ന ഒരു തലമുറയുടെ വേണ്ടി യഹോവയുടെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യുവാൻ. മനസ്സിലായെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞു. എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യാൻ. എനിക്ക് അനുഗ്രഹം കിട്ടിയതുകൊണ്ടായില്ല, എനിക്ക് മക്കളുണ്ടായതുകൊണ്ടായില്ല, എനിക്ക് തോട്ടം കിട്ടിയതുകൊണ്ടായില്ല, എനിക്ക് മാളിക കിട്ടിയതുകൊണ്ടായില്ല, എനിക്ക് വാഹനങ്ങൾ കിട്ടിയതുകൊണ്ടായില്ല, അമേരിക്ക പോയതുകൊണ്ടായില്ല, ഗൾഫിൽ പോയതുകൊണ്ടായില്ല. എനിക്ക് എൻ്റെ ദൈവമേ, നശിച്ചു പോകുന്ന സമസൃഷ്ടങ്ങൾക്ക് വേണ്ടി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്ത് ഞാൻ നിൽക്കും. വലിയ വർത്താനം പറയുന്ന എത്ര പേരുണ്ട്? രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് നശിച്ചു പോകുന്ന ആത്മാക്കളുടെ ഭാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ. ഇവിടെ കപ്പയ്ക്കും കാച്ചിലിനും കല്യാണം നടക്കാനും വേണ്ടി പ്രാർത്ഥിക്കാൻ വരുന്ന ജനത്തോടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ വ്യക്തിപരമായ അനുഭവത്തിൽ നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി ചെലവിടാനും ചെലവാകാനും മാമൻ വ്യഗ്രതയോടെ കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ കരമുയർത്തി ഒരു സ്തോത്രം ചെയ്താട്ട്. ഇത്രയും പേര് മതി പട്ടണം പിടിക്കാൻ. പ്രൈസ് ഗോഡ്. നിന്നു, ദൈവം സമ്മതിച്ചു. പക്ഷേ അബ്രഹാമിനറിയാം, കർത്താവേ 50 പേര് പോലും കാണാൻ സാധ്യതയില്ല. അബ്രഹാം അടുത്ത വാക്യം. പൊടിയും വെണ്ണീറുമായി ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ. ഡിപ്ലോമാറ്റിക്കാ. നോക്കി, ഞാൻ തമാശ പറയല്ല കേട്ടോ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് ഒരു ഡിപ്ലോമസി ഉണ്ട്. നിങ്ങൾ ചുമ്മാ തന്നേ തീരൂ, അന്നേ ഞങ്ങളുടെ സമരം തീരും എന്ന് പറഞ്ഞ് ഈ ഇംഗ്ലാവ് വിളിച്ചുകൊണ്ട് ചോദിച്ചാൽ കിട്ടത്തില്ല. യഹോവയുടെ സന്നിധിയിൽ താഴ്ത്തി കൊടുക്കണം. കർത്താവേ, പൊടിയും വെണ്ണീറുമാണ്, എനിക്കിത് പറയാൻ യോഗ്യതയില്ല, പ്രാർത്ഥിക്കാൻ ഒരു യോഗ്യതയുമില്ല, നിൻ്റെ അടുക്കൽ വരുവാൻ ഒരു യോഗ്യതയുമില്ല. വല്ലതുമുണ്ടെങ്കിൽ എൻ്റെ യേശുവിൻ്റെ രക്തത്താൽ എന്നെ വിലയ്ക്ക് വാങ്ങി അവൻ്റെ പൈതലാക്കി എന്നെ തീർത്ത ഒരൊറ്റ യോഗ്യതയെ എനിക്കുള്ളൂ. ചെല്ലണം. അടുത്ത വാക്യം. 50 നീതിമാന്മാരിൽ പക്ഷേ 5 പേർ കുറഞ്ഞു പോയെങ്കിലോ? 5 പേര് കുറഞ്ഞാലോ? 5 പേർ കുറഞ്ഞതുകൊണ്ട് നീ ആ പട്ടണം മുഴുവനും നശിപ്പിക്കുമോ എന്ന് അബ്രഹാം പറഞ്ഞതിന്. 5 പേര് കുറഞ്ഞ പട്ടണം. നിങ്ങൾ സമയം ഉണ്ടായിരുന്നു, ഞാൻ ഓരോ വാക്കും എടുത്ത് അനലൈസ് ചെയ്തേനെ. 5 പേര് കുറഞ്ഞു പോയാൽ നീ ആ പട്ടണം മുഴുവനും നശിപ്പിക്കുമോ? ഈ ചോദിക്കുന്നിടത്തെ ഒരു അമ്മായിയും ഉണ്ടായിരുന്നു ഒരിടത്ത്, 2 മരുമക്കളും. ഒരു മരുമക്കളല്ല, മകളും ഒരു മരുമകളും. ഈ മരുമകളോട് അമ്മായിയമ്മയ്ക്ക് അന്ന് ഈ പോരുള്ള കാലമായി. ഇപ്പോൾ ഒന്നും അമ്മായിമ്മ പോരില്ലെന്ന് തോന്നുന്നു, ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾക്കറിയാം. പ്രൈസ് ഗോഡ്. എൻ്റെ വീട്ടിലില്ല ഏതായാലും. പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ അമ്മായിയമ്മയും മരുമകളും നല്ല പോര് നടക്കുന്ന കാലത്ത് ദൈവത്തിൻ്റെ സ്തോത്രം, മോളും ഉണ്ട് മരുമകളും ഉണ്ട്. അമ്മായിയമ്മ ഒരു ദിവസം കാലത്ത് എഴുന്നേറ്റ്, ശനിയാഴ്ച ഹോളിഡേ ദിവസമാണ്, അന്ന് 2-3 കാര്യങ്ങളുണ്ട്. അന്ന് വേണം ഒരാഴ്ചത്തേക്ക് ആവശ്യമുള്ള നെല്ല് കുത്തി അരിയാക്കി പ്രൈസ് ചോറ് സൂക്ഷിക്കാൻ. പ്രൈസ് ഗോഡ്. അമ്മായിയമ്മ 2 മക്കളെയും വിളിച്ചിട്ട് ചോദിച്ചു, മരുമോളോട് ചോദിച്ചു, മോളോട് ചോദിച്ചു, മോളെ ഒരു പറ നെല്ല് കുത്തി, ഒരു പറ നെല്ലെടുത്ത് പുഴുങ്ങി കുത്തി അരിയാക്കാൻ പറ്റുമോ? അതല്ല, പച്ചക്കറി തോട്ടത്തിലോട്ട് ചെന്ന് കാലേ മുള്ളുകൊള്ളാതെ, കയ്യെ മുള്ളുകൊള്ളാതെ, ഉറുമ്പ് കടിക്കാതെ, കൊതുക് കടിക്കാതെ, പ്രൈസ് ഗോഡ്, ഏറ്റവും മൂത്ത പാവയ്ക്ക പറിച്ചെടുത്ത്, വെണ്ടയ്ക്ക പറിച്ചെടുത്ത്, വഴുതിനിങ്ങ പറിച്ചെടുത്ത്, പിന്നെയും മുള്ളുകൊള്ളാതെ അകത്ത് കയറി കൊണ്ടുവന്ന് അത് കഴുകി വൃത്തിയാക്കി മുറിച്ച്
പിന്നെ അലമാരി തുറന്ന് മുളക് പൊടി, മല്ലിപ്പൊടി, ജീരകപ്പൊടി, ഉപ്പുപൊടി എല്ലാം പൊടിയുമെടുത്ത് തിരുമി ചേർത്ത് വെളിച്ചെണ്ണ എടുത്ത് പ്രൈസ് ഗോഡ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു കറി ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഇത്രയും കേട്ടപ്പോൾ ഈ മരുമോട് മണ്ടിയായിരുന്നു. അവൾ നോക്കിയപ്പോൾ ഒരു നെല്ല് പുഴുങ്ങി കുത്തല് പെട്ടെന്ന് കഴിച്ചില്ല, ഞാനത് ചെയ്തോളാം എന്ന് പറഞ്ഞു. ഈ വക ഡിപ്ലോമസി കൊണ്ടൊന്നും കാര്യം നടക്കത്തില്ല. പ്രൈസ് ഗോഡ്. എന്നാലും ആ ഒരു ഡിപ്ലോമസിയാണ് അബ്രഹാം ചോദിച്ചത്. കർത്താവേ, നീ ആ പട്ടണം മുഴുവനും നശിപ്പിക്കുമോ? എന്തൊരു ഭാരമല്ലേ ദൈവമക്കളെ. വേണമെങ്കിൽ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. കർത്താവേ, എൻ്റെ അനിയൻ ലോത്തച്ഛനും ലോത്തച്ചി അവിടെ കിടപ്പുണ്ട്, അവരത്ര ശരിയല്ല, എന്നോട് വഴക്കിട്ട് പോയതാണ്. പക്ഷെ എനിക്കൊരാഗ്രഹമുണ്ട്, അവർ നശിക്കരുത്. അതുകൊണ്ടൊരു കാര്യം ചെയ്യണം, ആ ലോത്തിനെയും ലോത്തച്ചിയും ഒന്ന് രക്ഷിക്കണം. പട്ടണം ഞാൻ നശിപ്പിക്കുമോ? നശിപ്പിക്കാതിരിക്കുമോ? എന്ത് വേണേൽ ചെയ്തോ. അബ്രഹാമിൻ്റെ ഭാരം അതല്ലായിരുന്നു. അവൻ ആ പട്ടണത്തെക്കുറിച്ച് ഭാരമുണ്ടായിരുന്നു. എറണാകുളം പട്ടണത്തെക്കുറിച്ച് നിനക്ക് യഥാർത്ഥത്തിൽ ഭാരമുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ കരമുയർത്തി ഒരു സ്തോത്രം ചെയ്ത് പറയാമോ? എൻ്റെ ഹൃദയം പട്ടണത്തെ കുറിച്ച് ഭാരം എനിക്കുണ്ട്. അടുത്ത വാക്യം. 45 പേരെ ഞാൻ അവിടെ കണ്ടാൽ അതിനെ നശിപ്പിക്കുകയില്ല എന്ന് അവൻ അരുളി ചെയ്തു. അവൻ പിന്നെയും അവനോട് സംസാരിച്ചു, പക്ഷെ 40 പേരെ അവിടെ കണ്ടാലോ? പുള്ളി വിടാനുള്ള ലക്ഷണമില്ല. 40 കണ്ടാലോ? അടുത്തത്. ഞാൻ 40 പേരുടെ നിമിത്തം നശിപ്പിക്കുകയില്ല എന്ന് അവൻ അരുളി ചെയ്തു. അതിനവൻ, ഞാൻ പിന്നെയും സംസാരിക്കുന്നു, കർത്താവ് കോപിക്കരുതേ, പക്ഷെ 30 പേരെ അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞു. ഞാൻ 30 പേരെ അവിടെ കണ്ടാൽ നശിപ്പിക്കുകയില്ല എന്ന് അവൻ അരുളി ചെയ്തു. അടുത്തത്. ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ, പക്ഷെ 20 പേരെ അവിടെ കണ്ടാലോ? ദൈവമേ, ദൈവത്തിന്റെ ക്ഷമ ഞാൻ ആലോചിക്കുക. അടുത്തത്. ഞാൻ 20 പേരുടെ നിമിത്തം നശിപ്പിക്കുകയില്ല എന്ന് അവൻ അരുളി ചെയ്തു. ആ കർത്താവിന്റെ ക്ഷമ അത്ര ക്ഷമയാ. നമ്മുടെ വേലായുധൻ സാർ ഒരിക്കൽ പറഞ്ഞു, ഒരു ശക്കേനയിൽ കോർഡിനേറ്റർ ആയിരുന്ന ഒരാൾ പറഞ്ഞു, പ്രൈസ് ഗോഡ്, എന്തോ പ്രശ്നം എന്ന് പറയാ, നിങ്ങളൊക്കെ കർത്താവ് ക്ഷമിക്കും, പക്ഷെ ലാസർ ക്ഷമിക്കത്തില്ല, ഞാൻ ക്ഷമിക്കത്തില്ലെന്ന്. അല്ലേ? ലാസർ എന്നല്ലേ പേര്? എന്തോ ലാസർ. കർത്താവ് നിങ്ങളോടൊക്കെ ക്ഷമിക്കും, പക്ഷെ ലാസർ ക്ഷമിക്കത്തില്ലെന്ന് പറഞ്ഞു. നമ്മൾ അത് ടൈപ്പല്ലേ. തമ്പുരാൻ ക്ഷമിച്ചാലും നമ്മൾ ക്ഷമിക്കുകയില്ല. വായിച്ചോ. അപ്പോൾ അവൻ, കർത്താവ് കോപിക്കരുതേ, ഞാൻ ഇനി ഒരു പ്രാവശ്യം മാത്രം സംസാരിക്കും, ഒറ്റ പ്രാവശ്യം മാത്രം, പക്ഷെ 10 പേരെ അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞു. ഞാൻ 10 പേരുടെ നിമിത്തം നശിപ്പിക്കുകയില്ല എന്ന് അവൻ അരുളി ചെയ്തു. പിന്നെ പറഞ്ഞില്ല, കാരണം കർത്താവിനോട് പറഞ്ഞാൽ ഒറ്റ പ്രാവശ്യം കൂടിയേ പറയത്തുള്ളൂ. കർത്താവ് അനുവദിച്ച് കിട്ടുമ്പോൾ പിന്നെ താഴോട്ട് പോയില്ല, 10 നിർത്തി. പക്ഷെ രക്ഷപ്പെട്ടോ? ഇല്ല. എന്നാലും ലോത്ത് രക്ഷപ്പെട്ടോ? ലോത്തിൻ്റെ ഭാര്യ പോയത് വേറെ കഥയാണ്. ഞാനൊരു സത്യം നിങ്ങൾ പറയും, ഇതാണ് സുവിശേഷത്തിൻ്റെ ആത്മാവ്. ഇതാണ് സുവിശേഷത്തിൻ്റെ ആത്മാവ്. നാളുകളായുള്ള നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയും ദൈവസന്നിധിയിൽ നിൽക്കുന്നതാണ് സുവിശേഷത്തിൻ്റെ ആത്മാവ്. 25 കൊല്ലമായി മക്കളില്ലാത്ത അബ്രഹാമേ, നിനക്കൊരു തലമുറയെ കിട്ടുമെന്ന് വ്യക്തമായി പറഞ്ഞ് അവൻ്റെ പേരും കൂടെ വെളിപ്പെട്ട് കിട്ടിക്കഴിയുമ്പോഴും ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ പോകാതെ ഇനി എൻ്റെ മക്കളുടെ കാര്യം ശരിയായി, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം ശരിയായി, എൻ്റെ കൂടാരത്തിലെ കാര്യം ശരിയായി, എൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യം ശരിയായി, ദേശമൊക്കെയും എനിക്ക് കിട്ടി, എൻ്റെ പറമ്പിൻ്റെ ആധാരവും ശരിയായി, ഇനി ഒന്നും ശരിയാകാനില്ല. പക്ഷേ എന്നാലും എനിക്ക് നിന്റെ സന്നിധിയിൽ നിന്ന് മാറാൻ പറ്റത്തില്ല. കാരണം സോദോം ഗൊമോറ തീയും ഗന്ധവും കൊണ്ട് അടുത്ത ദിവസം നശിക്കാൻ പോകുകയാണ്. നിന്റെ ചുറ്റുമുള്ള ആയിരങ്ങൾ, നിന്റെ ചുറ്റുമുള്ള വീടുകൾ, നിന്റെ ചുറ്റുമുള്ള ബന്ധുക്കൾ, നിന്റെ ചുറ്റുമുള്ള മിത്രങ്ങൾ, നിന്റെ ഭർത്താവ്, നിന്റെ കൂട്ടാളി, നിന്റെ മക്കൾ, നിന്റെ മരുമക്കൾ, നിന്റെ മിത്രങ്ങൾ, ചാർച്ചക്കാർ, ഇവരെല്ലാം യേശുവിനെ അറിയാതെ കിടക്കുകയാണെങ്കിൽ അവർ നിത്യനാശത്തിലേക്ക്, നിത്യ നരകത്തിലേക്ക്, നമ്മുടെ പ്രൈസ് ലോർഡ് തമ്പിച്ചായൻ പറഞ്ഞല്ലോ, നിത്യ നരകത്തിൻ്റെ അവസ്ഥ, ആ അവസ്ഥയിലേക്ക് അവർ പോകാൻ പോകുകയാണ്. കർത്താവേ, എനിക്ക് ഇത് കണ്ടുകൊണ്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ വയ്യ, കൂടാരത്തിൽ കിടന്നുറങ്ങാൻ വയ്യ. അബ്രഹാമിന് വേണമെങ്കിൽ അന്ന് സാറായിയോട് ചെന്ന്, സാറായി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായല്ലോ, ഇനി നമുക്ക് പേടിക്കണ്ട, 1 വർഷത്തേക്ക് കാത്തിരിക്കാം, ഇസഹാക്ക് ജനിക്കാൻ പോകുകയാണ്, ഇസഹാക്കിന് പേരിടാം, സ്വത്തിന് അവകാശി വന്നു. ഇതെല്ലാം പറഞ്ഞ് അന്ന് രാത്രി കൂടാരത്തിനകത്ത് പോകാമായിരുന്നു. പക്ഷേ ദൈവമക്കളെ, അബ്രഹാം അവിടെ തന്നെ നിന്നു ഒരു തീരുമാനമെടുക്കാം. കർത്താവേ, എന്നെ നീ അനുഗ്രഹിച്ചു, എന്നെ നീ സഹായിച്ചു, എനിക്ക് വിദ്യാഭ്യാസം തന്നു, എനിക്ക് ജോലി തന്നു, കുടുംബം തന്നു, എനിക്ക് മക്കളെ തന്നു, അവർക്ക് വിദ്യാഭ്യാസം തന്നു, അവർക്ക് ജോലി കിട്ടി, അവർക്ക് കുടുംബം കൊടുത്തു, അവർക്ക് തലമുറകളെ കൊടുത്തു, മക്കളെയും കൊച്ചുമക്കളെയും ഞാൻ കണ്ടു. ഇനി
ഞാൻ നിൻ്റെ കൂടെ നിൽക്കാൻ പോവുകയാണ്. തീരുമാനിക്കുന്നവരുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്ത്. കർത്താവെ, നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി ഞാനിനി നിൻ്റെ കൂടെ നിൽക്കാൻ പോകുകയാണ്. നിൻ്റെ കൂടെ നിൽക്കാൻ പോകുകയാണ്. ഈ സമർപ്പിക്കുന്നവർ കൈപൊക്കിയവർ മാത്രം ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ, പ്രാർത്ഥിച്ച് നമ്മൾ അവസാനിപ്പിക്കാം. കാൽമതിക്കും ദേശമെല്ലാം കർത്തർക്ക് സ്വന്തമാകും, കൺപാർക്കും ഭൂമിയെല്ലാം കൽവരി കൊടി പറക്കും. കാൽമതിക്കും ദേശമെല്ലാം കർത്തർക്ക് സ്വന്തമാകും, കൺപാർക്കും ഭൂമിയെല്ലാം കൽവരി കൊടി പറക്കും. പറക്കട്ടും പറക്കട്ടും സിലുവയിൽ ജയക്കൊടി. ഹല്ലേലൂയ. ഉയരട്ടും ഉയരട്ടും യേശുവിൻ തിരുനാമം. ഹല്ലേലൂയ. പറക്കട്ടും പറക്കട്ടും സിലുവയിൽ ജയക്കൊടി. ഹല്ലേലൂയ. ഉയരട്ടും ഉയരട്ടും യേശുവിൻ തിരുനാമം. ഹല്ലേലൂയ. കാൽമരിക്കും ദേശമെല്ലാം എൻ കർത്തർക്ക് സ്വന്തമാകും, കൺപാർക്കും ഭൂമിയെല്ലാം കൽവാരി കൊടി പറക്കും. ഏഴുംപെട്ടും ഏഴുംപെട്ടും വിതയോരിൻ സേനകൾ. ഹല്ലേലൂയ. മുഴങ്കട്ടും മുഴങ്കട്ടും യേശുതൻ വഴിയെന്ന്. ഹല്ലേലൂയ. ഏഴുംപെട്ടും ഏഴുംപെട്ടും വിതയോരിൻ സേനകൾ. ഹല്ലേലൂയ. മുഴങ്കട്ടും മുഴങ്കട്ടും യേശുതൻ വഴിയെന്ന്. ഹല്ലേലൂയ. കാൽമരിക്കും ദേശമെല്ലാം എൻ കർത്തർക്ക് സ്വന്തമാകും, കൺപാർക്കും ഭൂമിയെല്ലാം കൽവാരി കൊടി പറക്കും. കാൽമരിക്കും ദേശമെല്ലാം എൻ കർത്തർക്ക് സ്വന്തമാകും, കൺപാർക്കും ഭൂമിയെല്ലാം കൽവാരി കൊടി പറക്കും. സെല്ലട്ടും സെല്ലട്ടും ജപസേന സ്തുതിസേന. ഹല്ലേലൂയ. വെല്ലട്ടും വെല്ലട്ടും എതിരി യഹോവേ. ഹല്ലേലൂയ. സെല്ലട്ടും സെല്ലട്ടും ജപസേന സ്തുതിസേന. ഹല്ലേലൂയ. വെല്ലട്ടും വെല്ലട്ടും എതിരി യഹോവേ. ഹല്ലേലൂയ. കാൽമരിക്കും ദേശമെല്ലാം എൻ കർത്തർക്ക് സ്വന്തമാകും, കൺപാർക്കും ഭൂമിയെല്ലാം കൽവാരി കൊടി പറക്കും. കാൽമരിക്കും ദേശമെല്ലാം എൻ കർത്തർക്ക് സ്വന്തമാകും, കൺപാർക്കും ഭൂമിയെല്ലാം കൽവാരി കൊടി പറക്കും. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് എഴുന്നേറ്റ് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള വാഗ്ദത്തം നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്നിടം മുഴുവൻ അവകാശമായി തരാം. നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കളുടെ വീട്ടിൽ ചവിട്ട്, അയൽവക്കത്തുകാരുടെ വീട്ടിൽ ചവിട്ട്, ദേശത്തിൻ്റെ തലങ്ങും വിലങ്ങും നടന്ന് സുവിശേഷവുമായി ചവിട്ട്, നിനക്ക് അവകാശമായി കർത്താവ് തരും. ഈ പ്രത്യാശയോടെ മടങ്ങിപ്പോകാം. ഇന്നിവിടെ വന്നിട്ടുള്ളവരോട് ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു വെച്ചത് ഒന്നുകൂടെ പറയുകയാണ്. നിങ്ങളുടെ മുഖത്തിൻ്റെ വാട്ടം മാറിയോ? ദൈവം എന്നെ സഹായിക്കുമെന്ന് ഉറപ്പോടെ മടങ്ങിപ്പോകുന്നവർക്ക് കരം ഉയർത്തി ശക്തിയോടെ ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറയാം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ എബ്രഹാം മുമ്പോട്ടൊന്ന് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കാം.